സോ ഗുഡ് ഈവനിങ്. ഇപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് 6ാം ക്ലാസ്സിലെ ഹിസ്റ്ററി ആയിരുന്നു. ഓക്കെ, സോ ക്ലാസ് 6 ഹിസ്റ്ററി ചാപ്റ്റർ 1 to 9 ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, 1 to 9 ക്ലാസ് 6 ഹിസ്റ്ററി നമ്മൾ ഓൾറെഡി കവർ ചെയ്തു. ഇനി നമ്മൾ നോക്കുന്നത് ലാസ്റ്റ് ചാപ്റ്റർ ആണ്, അതായത് 10ാമത്തെ ചാപ്റ്റർ ആണ്. ഇതുവരെ നമ്മൾ ഡീൽ ചെയ്ത അല്ലെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് മോസ്റ്റ്ലി ഹിസ്റ്ററി ആസ്പെക്റ്റുമായി ബന്ധപ്പെട്ടതാണ്. അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് ഡിഫറെന്റ് ആയിട്ടുള്ള രാജാക്കന്മാർ, അതായത് കിങ്സിനെ കുറിച്ചിട്ട് പഠിച്ചിട്ടുണ്ട്. ഡിഫറെന്റ് ആയിട്ടുള്ള റൂളേഴ്സ്, കിങ്സ്, അവരുടെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ലൈക്ക് ഈവൻസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തിനെ കുറിച്ച് പഠിച്ചു. ഓക്കെ, ഡിഫറെന്റ് ആയിട്ടുള്ള പോളിസികളെ കുറിച്ച് പഠിച്ചു. ഇതൊക്കെയാണ് നമ്മൾ ഇത്രയും സമയം പഠിച്ചുകൊണ്ടിരുന്നത്. ഡിഫറെന്റ് ആയിട്ടുള്ള ഈവൻസ് ഒക്കെ പഠിച്ചു. ബട്ട് ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് പ്യൂർലി ആർട്ട് ആൻഡ് കൾച്ചർ ആണ്. നമ്മുടെ ഹിസ്റ്ററിയിൽ വരുന്ന ആർട്ട് ആൻഡ് കൾച്ചർ. ഈ ആർട്ട് ആൻഡ് കൾച്ചർ നമ്മൾ കൂടുതലായിട്ട് കവർ ചെയ്യുന്നത് മെയിൻസ് പെർസ്പെക്റ്റീവിലാണ്, അല്ലെങ്കിൽ മെയിൻസ് എക്സാമിനേഷൻ ആണ് ആർട്ട് ആൻഡ് കൾച്ചർ കുറെ കൂടെ ഡോമിനന്റ് ആയിട്ട് ചോദിക്കുന്നത്. ഡെഫിനറ്റ്ലി പ്രിലിംസ് എക്സാമിനേഷനിലും ആർട്ട് ആൻഡ് കൾച്ചർ വരുന്നുണ്ട്. ബട്ട് ടോട്ടൽ ഹിസ്റ്ററി ക്വസ്റ്റ്യൻസിൽ ആൻഷ്യന്റും മിഡീവലും കൂടെ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ ടോട്ടൽ ക്വസ്റ്റ്യൻസിന്റെ ഒരു 10 to 20% മാത്രമാണ് ആർട്ട് ആൻഡ് കൾച്ചർ ചോദ്യങ്ങൾ വരാറുള്ളത്. ബാക്കി ഹിസ്റ്ററി പെർസ്പെക്റ്റീവിൽ നിന്ന് തന്നെയാണ് ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. സോ ഇത്രയും കാര്യങ്ങൾ ബേസിക് ആയിട്ടൊന്ന് മനസ്സിലാക്കി വെക്കുക. ദെൻ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കാൻ പോകുന്നത് ഡിഫറെന്റ് ആയിട്ടുള്ള ബിൽഡിങ്സുകളെ കുറിച്ച് പഠിക്കുന്നതായിരിക്കും, പെയിന്റിങ്സിനെ കുറിച്ച് പഠിക്കുന്നതായിരിക്കും, അതുപോലെ ലൈക്ക് ലിറ്റററി സോഴ്സസിനെ കുറിച്ചിട്ടും പഠിക്കുന്നതായിരിക്കും. ഓക്കെ, സോ ഫസ്റ്റ് ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ ഡീറ്റെയിൽസ്. സോ ഇതിൽ ആദ്യം രണ്ട് കാര്യങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഒന്ന് മെഹ്റൗലി അയൺ പില്ലറിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. രണ്ടാമത്തത് മെറ്റലർജി അല്ലെങ്കിൽ മെറ്റൽ ക്രാഫ്റ്റിങ്ങിനെ കുറിച്ച് പറയുന്നുണ്ട്. സോ ഈ മെറ്റൽ ക്രാഫ്റ്റിംഗ് ഇവിടെ മെൻഷൻ ചെയ്യുന്നത് ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻസ് ഫ്രം ദി ഹാരപ്പൻ സൊസൈറ്റി അല്ലെങ്കിൽ ഹാരപ്പൻ സിവിലൈസേഷൻ ആണ്. അപ്പം ഹാരപ്പൻ സൊസൈറ്റി അല്ലെങ്കിൽ ഹാരപ്പൻ സിവിലൈസേഷൻ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ അവിടെ പഠിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ബ്രോൺസ് ഗേൾ ആണ്. ഓക്കെ, ബ്രോൺസ് ഗേൾ ഒരു ത്രിഭംഗ പോസ്റ്ററിൽ നിൽക്കുന്ന ഒരു സ്കൾപ്ചർ ആണ് ബ്രോൺസ് ഗേളിൻ്റെത്. ഈ ബ്രോൺസ് ഗേൾ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഇറ്റ് ഷോക്കേസസ് ദ മെറ്റലർജിക്കൽ എക്സലൻസ് ഓഫ് ദി ഹാരപ്പൻ സൊസൈറ്റി. ഹാരപ്പൻ സൊസൈറ്റി ആ ആൻഷ്യൻ ടൈമിൽ അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ അറ്റൈൻ ചെയ്ത മെറ്റലർജി അല്ലെങ്കിൽ ആ ക്രാഫ്റ്റ്മാൻഷിപ്പിന്റെ ഒരു വൺ ഓഫ് ദി ഫൈനസ്റ്റ് എക്സാമ്പിൾ ആണ് ഈ പറയുന്ന ബ്രോൺസ് ഗേൾ എന്ന് പറയുന്നത്. ഈ ബ്രോൺസ് ഗേൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്തിട്ടുള്ള മെത്തേഡിന്റെ പേരാണ് ലോസ്റ്റ് വാക്സ് ടെക്നിക്സ്. ലോസ്റ്റ് വാക്സ് ടെക്നിക് ഇതും കൂടെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ലോസ്റ്റ് വാക്സ് ടെക്നിക്. സോ വാക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മെഴുക്. ഇനി ലോസ്റ്റ് വാക്സ് ടെക്നിക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ നമുക്കൊരു പ്രതിമ നിർമ്മിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ മെഴുകെടുക്കും. ഓക്കെ, ഒരു ലാർജ് പീസ് ഓഫ് മെഴുക് നമ്മൾ എന്ത് ചെയ്യും, എടുക്കും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ലൈക്ക് ഇതുപോലെ നമ്മളൊരു മെഴുക് എടുക്കുകയാണ്. ഓക്കെ, മെഴുകിന്റെ ചതുരത്തിലുള്ള ഒരു പീസ് നമ്മൾ എടുത്തു. എന്നിട്ട് നമ്മൾ ചതുരത്തിലുള്ള ഒരു പീസ് എടുത്തു. എന്നിട്ട് ഇതിൽ ഏത് ശില്പം ഏത് രൂപത്തിലാണോ നമുക്ക് കൊത്തി ഉണ്ടാക്കേണ്ടത് അത് ഈ മെഴുകിൽ കൊത്തി ഉണ്ടാക്കും. ഈ മെഴുകിൽ കൊത്തി ഉണ്ടാക്കുന്ന സമയത്തുള്ള ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് സ്കൾപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, അല്ലെങ്കിൽ കൊത്തുപണികൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. കാരണം അത്രത്തോളം ലൈക്ക് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് മെഴുക് എന്ന് പറയുന്നത്. അങ്ങനെ ഈ മെഴുകില് ഈ ശില്പത്തിനെ കൊത്തി ഉണ്ടാക്കിയതിന് ശേഷം അതിനെ നമ്മൾ മണ്ണ് കൊണ്ട് മൂടും. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ ലൈക്ക് നമ്മളൊരു പാത്രമുണ്ട്. ഓക്കെ, ഒരു പാത്രം, ആ പാത്രത്തിലേക്ക് ആ ഒരു മെഴുക് കൊണ്ടുള്ള ശില്പം ഇറക്കി വെച്ചതിന് ശേഷം അതിന് ചുറ്റും നമ്മൾ മണ്ണ് കൊണ്ട് മൂടും, അല്ലെങ്കിൽ കളിമണ്ണ് കൊണ്ട് നമ്മൾ അതിനെ പൊതിയും. അങ്ങനെ പൊതിഞ്ഞതിന് ശേഷം ആ മണ്ണ് സെറ്റ് ആകുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യും. ഇപ്പൊ കളിമണ്ണ് കൊണ്ട് നമ്മളൊരു ശില്പം ഉണ്ടാക്കി കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ അത് സെറ്റ് ആകുമല്ലോ. അതുപോലെ കളിമണ്ണ് കൊണ്ട് മൂടിയതിന് ശേഷം അത് സെറ്റ് ആകുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യും. എന്നിട്ട് ഇതിന്റെ താഴെ ഒരു ഓട്ട ഉണ്ടായിരിക്കും. ഓക്കെ, അങ്ങനെ ഓട്ട ഉണ്ടായിരിക്കും. അങ്ങനെ സെറ്റ് ആയതിനു ശേഷം ഈ പറയുന്ന കളിമണ്ണ്, ആ കളിമണ്ണിന്റെ ഉള്ളിൽ എന്തുണ്ട്, മെഴുക് കൊണ്ടുള്ള ശില്പമുണ്ട്. ഇതിനെ നമ്മൾ തീയിൽ വെച്ച് ചൂടാക്കും. അങ്ങനെ ചൂടാക്കുന്ന സമയത്ത് ഇതിന്റെ ഉള്ളിലുള്ള മെഴുക് ഉരുകി അത് ഈ ഓട്ടയിലൂടെ കംപ്ലീറ്റ് ആയിട്ട് പുറത്തേക്ക് വരും. അങ്ങനെ ഇതിന്റെ ഉള്ളിലുള്ള ആ മെഴുക് മുഴുവൻ കംപ്ലീറ്റ് ആയിട്ട് ഉരുകി പുറത്തേക്ക് വന്നതിന് ശേഷം ഈ ഓട്ടയിലൂടെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഏത് മെറ്റലിലാണോ നമുക്ക് ഈ ഒരു സ്കൾപ്ചർ വേണ്ടത് ആ മെറ്റൽ ഉരുക്കി നമ്മൾ ഇതിന്റെ ഉള്ളിലേക്ക് ഒഴിച്ചു കൊടുക്കും. അങ്ങനെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഈ ഒരു ഗ്യാപ്പിലേക്ക് എന്ത് ചെയ്യും, ആ
മെറ്റല് ഉരുകി നിറയും. അങ്ങനെ നിറയുന്ന സമയത്ത് ഈ മെഴുകിൽ നമ്മൾ ഏത് പ്രതിമയാണോ എങ്ങനെയാണോ ഉണ്ടാക്കി വെച്ചത് അതേപോലെയുള്ള പ്രതിമയിലേക്ക് ഈ ഒരു മെറ്റൽ രൂപപ്പെട്ടു വരും. എന്നിട്ട് മെറ്റൽ തണുത്തതിന് ശേഷം ഈ കളിമണ്ണ് പൊട്ടിച്ചിട്ട് ആ മെറ്റലിന്റെ പ്രതിമ നമ്മൾ എടുത്ത് അതിൽ നമ്മൾ പിന്നീട് എന്ത് ചെയ്യും, ഫിനിഷിംഗ് വർക്കുകൾ ചെയ്യും. അപ്പൊ ഇതിനാണ് ലോസ്റ്റ് വാക്സ് ടെക്നിക്, അതായത് ലോസ്റ്റ് വാക്സ് എന്ത് ചെയ്യുന്നുണ്ട്, ലോസ് ആവുന്നുണ്ട്. ഓക്കെ, സോ ലോസ്റ്റ് വാക്സ് ടെക്നിക് എന്ന് പറയുന്നത്. അപ്പൊ ഇത് അന്നത്തെ കാലഘട്ടത്തിൽ തന്നെ ഹാരപ്പൻ സൊസൈറ്റിയിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഹാരപ്പയിലെ പ്രദേശവാസികൾ അവരത് വികസിപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് ഫസ്റ്റ് ഇൻഫർമേഷൻ. ഓക്കെ, ഒരു ഫസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ട കാര്യം. ഇനി രണ്ടാമത്തെ വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അവര് ബ്രോൺസ് ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ബ്രോൺസ് എന്ന് പറയുന്ന സമയത്ത് നാച്ചുറലി എക്സിസ്റ്റിംഗ് ഉള്ളതല്ല, അത് നമ്മൾ കോപ്പറും അതുപോലെ തന്നെ ടിന്നും മിക്സ് ചെയ്തിട്ടുണ്ടാക്കുന്നതാണ് ബ്രോൺസ് സ്കൾപ്ചേഴ്സ് മേക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. സോ അതും അന്നത്തെ കാലഘട്ടത്തിലുള്ള ഹാരപ്പൻ സൊസൈറ്റിയിലെ ആളുകളുടെ മെറ്റലർജിക്കൽ സ്കില്ലിനെ കാണിക്കുന്നുണ്ട്. ഓക്കെ, പിന്നീട് ഹാരപ്പൻ സൊസൈറ്റിയുടെ കാലഘട്ടമൊക്കെ കഴിഞ്ഞ് വേദിക് സൊസൈറ്റി ഒക്കെ ആവുന്നതോട് കൂടിയിട്ടാണ് നമ്മൾ അയൺ ഫോർജിങ് അല്ലെങ്കിൽ അയൺ യൂസ് ചെയ്തുകൊണ്ടുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ്, വെപ്പൺസ്, എക്യുപ്മെന്റ്സ് ഒക്കെ നമ്മൾ നിർമ്മിക്കുന്നത്. അപ്പൊ അത് നെക്സ്റ്റ് സ്റ്റേജ് ഓഫ് മെറ്റലർജിക്കൽ അഡ്വാൻസ്മെന്റ് ആണ്. ഓക്കെ, സോ ഇതാണ് ഈ ഒരു ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ നിങ്ങൾ പ്രിലിംസ് ആൻഡ് മെയിൻസ് പെർസ്പെക്റ്റീവിൽ പഠിച്ചു വെക്കേണ്ട കാര്യം. ഇനി മെഹ്റോളി അയൺ പില്ലർ ഇൻസ്ക്രിപ്ഷൻ, ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നെക്സ്റ്റ് സ്റ്റേജ് ആണ്. ഇവിടെ നിന്ന് ബ്രോൺസ് ആണെങ്കിൽ പിന്നീട് അതിന്റെ നെക്സ്റ്റ് സ്റ്റേജ് ആയിട്ട് വരുന്നതാണ് അയൺ എന്ന് പറയുന്നത്. സോ അയൺ എന്ന് പറയുന്നത് വേദിക് സൊസൈറ്റി മുതലാണ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്ത് തുടങ്ങുന്നത്. ആൻഡ് ദിസ് അയൺ പില്ലർ എന്ന് പറയുന്നത്, ഓക്കെ, സോ പില്ലർ ഇൻസ്ക്രിപ്ഷൻ മോസ്റ്റ്ലി കംസ് ഫ്രം മൗര്യ ടൈംസ് ആണ്. ഓക്കെ, സ്റ്റോൺ പില്ലേഴ്സ് മോസ്റ്റ്ലി കംസ് ഫ്രം ദി മൗര്യ ഡൈനസ്റ്റി ആണ്. ഈ അയൺ പില്ലറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ സ്കൾപ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു റൂളറുടെ ഇൻഫർമേഷൻ ഉണ്ട്. കാരണം അതിൽ ചന്ദ്ര എന്ന് കുത്തിവെച്ചിട്ടുണ്ട്. ഓക്കെ, ചന്ദ്ര എന്ന് കുത്തിവെച്ചിട്ടുണ്ട്. സോ ഇതിനെ ഹിസ്റ്റോറിയൻസ് ഇന്റർപ്രറ്റ് ചെയ്യുന്നത് ഗുപ്ത ഡൈനസ്റ്റിയിൽ ബിലോങ് ചെയ്യുന്ന ചന്ദ്രഗുപ്തനായിരിക്കാം എന്നാണ്. ഓക്കെ, ചന്ദ്രഗുപ്തനായിരിക്കാം എന്നാണ്. സോ ചന്ദ്രഗുപ്തയുടെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഇൻസ്ക്രിപ്ഷൻസ് കാണുന്നത് കൊണ്ട് ദിസ് മെഹ്റോളിക് അയൺ പില്ലർ ഇൻസ്ക്രിപ്ഷൻ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ബിലോങ് ചെയ്യുന്നു എന്ന് നമ്മൾ കണക്കാക്കിയിട്ടുണ്ട്. ഇനി ഇതിന്റെ ബാക്കിയുള്ള ഇൻഫർമേഷൻസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വേദിക് സൊസൈറ്റിയിലാണ് അയൺ മെറ്റലർജി ഡെവലപ്പ് ചെയ്ത് വരുന്നത്. പിന്നീട് അത് മൗര്യൻ സൊസൈറ്റിയിലേക്ക് വരുന്നുണ്ട്. മൗര്യൻ സൊസൈറ്റി കഴിഞ്ഞ് അത് ഗുപ്ത സൊസൈറ്റിയിലേക്ക് എത്തി. സോ ഇതിന്റെ ഒരു കാലഘട്ടം നോക്കുന്ന സമയത്ത് ഇവിടെ ഏകദേശം ഒരു 800 BC കാലഘട്ടം, പിന്നീട് മൗര്യ ഒക്കെ ആകുന്ന സമയത്ത് 600 BCയിലേക്ക് വരുന്നു. പിന്നീട് അത് കഴിഞ്ഞ് ഗുപ്ത കാലഘട്ടത്തിലേക്കൊക്കെ ആകുമ്പോഴേക്കും 300 AD കാലഘട്ടമായി. സോ ഇത് ഓൾമോസ്റ്റ് നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു 1000 വർഷക്കാലത്തെ ഒരു കാലയളവ് വരുന്നുണ്ട്. അപ്പൊ ആ ഒരു കാലയളവിന്റെ ഉള്ളിൽ തന്നെ മെറ്റലർജിക്കൽ സ്കില്ല്, അയൺ ക്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത് സോ അഡ്വാൻസ്ഡ് ആയിട്ട് മാറിയിട്ടുണ്ട്. കാരണം ഈ മെഹ്റോളി അയൺ പില്ലർ ഇൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ഗുപ്ത കാലഘട്ടത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇറ്റ് ഈസ് ലൈക്ക് മോർ ദാൻ 1500 ഇയേഴ്സ്. പക്ഷെ ഇന്നും അത് റസ്റ്റ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അത് തുരുമ്പ് പിടിച്ചിട്ടില്ല. അപ്പൊ അത്രത്തോളം ഫൈൻ ആയിട്ടുള്ള ഒരു മെറ്റീരിയലിന് മാത്രമേ അത്രയും കാലം, ഇത്രയും സെഞ്ചുറികളായിട്ട് അത് അങ്ങനെ തന്നെ നിലനിൽക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ ആ ഒരു മെറ്റലർജിക്കൽ അഡ്വാൻസ്മെന്റിലെ ഫൈൻ ട്യൂണിങ്, കാരണം ഈ പറയുന്ന അയൺ, ഇപ്പൊ നിങ്ങൾ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ആണ് എന്നുണ്ടെങ്കിൽ 10ാം ക്ലാസ്സിലും അതുപോലെ തന്നെ +2ലും ഒക്കെ ഈ മെറ്റലർജി ഡിഫറെന്റ് രൂപത്തിലുള്ള അയൺ പ്രോസസ്സിങ്ങിനെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മെറ്റൽസിന്റെ പ്രോസസ്സിങ്ങിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, സോ ആ ഒരു പ്രോസസ്സിങ്ങിൽ മൾട്ടിപ്പിൾ ടൈംസ് നമ്മൾ സെയിം പ്രോസസ്സ് ചെയ്ത് കഴിയുന്ന സമയത്ത് മാത്രമേ നമുക്ക് ആ പ്യുവർ ഫോമിലേക്ക് അയൺ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പൊ അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജീസ് നമുക്ക് ആവശ്യമുണ്ട്. ഓക്കെ, അയണിനെ പ്യൂരിഫൈ ചെയ്തെടുക്കാൻ. ജസ്റ്റ് അയണിനെ എക്സ്ട്രാക്ട് ചെയ്യാനാണ് എന്നുണ്ടെങ്കിൽ നമുക്കൊരു മാഗ്നറ്റോ അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ യൂസ് ചെയ്തുകൊണ്ട് തന്നെ അയൺ എക്സ്ട്രാക്ട് ചെയ്യാം. പക്ഷെ അതിനെ പ്യൂരിഫൈ ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ് ഷോസ് ദ സ്കിൽ. ഓക്കെ, നമ്മുടെ കേരളത്തിലുള്ള ആറന്മുള കണ്ണാടി, ഓക്കെ, ആറന്മുള കണ്ണാടി ഓർ ആറന്മുള മിറർ എന്ന് പറയുന്നത്. സോ എന്തുകൊണ്ടാണ് ഇതിന് ഇത്രയും വിലയുള്ളത്, അല്ലെങ്കിൽ വൈ ദിസ് ഇസ് കൺസിഡർഡ് ലൈക്ക് എ ഫൈനസ്റ്റ് മെറ്റീരിയൽ അല്ലെങ്കിൽ ഒരു ഫൈനസ്റ്റ് ക്രാഫ്റ്റ്മാൻഷിപ്പ് ആയിട്ട് ഇതിനെ കൺസിഡർ ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് അത്രയും പെർഫെക്റ്റ് ആയിട്ട് മിക്സ് ചെയ്ത ലോഹങ്ങൾ, ആ ലോഹത്തിന്റെ 0.01% എങ്കിലും ആ ഒരു മിക്സിങ്ങിൽ എന്തെങ്കിലും മാറ്റം വന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് ആറന്മുള കണ്ണാടി ഉണ്ടാക്കാൻ പറ്റില്ല. ആ ഒരു ലോഹക്കൂട്ട് അത്രത്തോളം പ്രിസൈസ് ആയിരിക്കണം. അങ്ങനെ പ്രിസൈസ് ആയിട്ട് ചെയ്തെടുക്കുന്നതാണ് ഈ ആറന്മുള കണ്ണാടി എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് ദ ക്രാഫ്റ്റ്മാൻഷിപ്പ്.
അപ്പൊ അതേപോലത്തെ ഒരു ക്രാഫ്റ്റ്മാൻഷിപ്പ് അയൺ പില്ലർ ഇൻസ്ക്രിപ്ഷനിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ആർക്കിടെക്ചറുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഓർത്തു വെക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഇനി അടുത്ത കാര്യം ബിൽഡിങ്ങിലേക്ക് വരുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ ബുദ്ധിസം അതുപോലെ തന്നെ ജൈനിസത്തിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ബുദ്ധിസം സ്റ്റാർട്ടിങ് ഫ്രം ഗൗതമ ബുദ്ധ, അതുപോലെ തന്നെ ജൈനിസം ഫ്രം വർദ്ധമാന മഹാവീര, ഇതൊക്കെ നമ്മൾ കുറച്ച് മുമ്പ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഈ ബുദ്ധന്റെ അവശിഷ്ടങ്ങളെ സൂക്ഷിച്ച് സംരക്ഷിച്ച് വെക്കുന്നതിന് വേണ്ടിയിട്ട് രൂപകൽപ്പന ചെയ്തിട്ടുള്ള ബിൽഡിങ്സിനെയാണ് നമ്മൾ സ്തൂപ എന്ന് പറയുന്നത്. സ്തൂപ ആർക്കിടെക്ചർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ സ്തൂപ ആർക്കിടെക്ചറിനെ കുറിച്ച് മാത്രം ചോദ്യം വന്നിട്ടുണ്ട്. അതുപോലെ ഡിഫറെന്റ് ലൊക്കേഷൻസിൽ കാണുന്ന സ്തൂപാസിനെ കുറിച്ചിട്ടും ചോദ്യം വന്നിട്ടുണ്ട്. ഓക്കെ, ഒന്ന് സ്തൂപ ആർക്കിടെക്ചറിനെ കുറിച്ച് മാത്രമായിട്ട് മെയിൻസ് എക്സാമിനേഷനിൽ ചോദ്യം വന്നിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള സ്തൂപയുടെ ലൊക്കേഷൻസ് അത് എവിടെയാണ് എന്നുള്ള രൂപത്തിലും ചോദ്യം വന്നിട്ടുണ്ട്. ഓക്കെ, ഒരുപാട് ചോദ്യം വന്നിട്ടുണ്ട്. ഐ വിൽ ജസ്റ്റ് ഷോ യു സം ഓഫ് ദി ക്വസ്റ്റ്യൻസ്. So this is one such question. ഓക്കെ, 2023 ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഇൻ റീസെന്റ് ടൈംസ്. സോ ഫസ്റ്റത്തെ ചോദ്യം എന്ന് പറയുന്നത് ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ദ കൺസെപ്റ്റ് ഓഫ് സ്തൂപ ഇസ് ബുദ്ധിസ്റ്റ് ഇൻ ഒറിജിൻ. രണ്ടാമത്തത് സ്തൂപ വാസ് ജനറലി എ റെപ്പോസിറ്ററി ഓഫ് റിലിക്സ്. അതാണ് ഇപ്പൊ ഞാൻ തൊട്ടുമുമ്പ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. ബുദ്ധയുടെ റെമനൻസ് അല്ലെങ്കിൽ ബുദ്ധയുടെ ശരീരഭാഗങ്ങളെ ദഹിപ്പിച്ചതിന്റെ അവശിഷ്ടം അല്ലെങ്കിൽ ബുദ്ധൻ ഉപയോഗിച്ച വസ്തുക്കൾ ഇതൊക്കെ അടക്കം ചെയ്തിട്ടുള്ള ഒരു ആർക്കിടെക്ചറൽ രൂപമാണ് സ്തൂപ എന്ന് പറയുന്നത്. ദെൻ അടുത്തത് സ്തൂപ വാസ് എ വോട്ടീവ് ആൻഡ് കമമറേറ്റീവ് സ്ട്രക്ചർ ഇൻ ബുദ്ധിസ്റ്റ് ട്രഡീഷൻ. അത് എന്താണ് സ്റ്റേറ്റ്മെന്റ് ശരി തന്നെയാണ്. സോ ദ ഫൈനൽ ആൻസർ ഇസ് ലൈക്ക് ഓൺലി 2. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. കാരണം ഈ ബുദ്ധിസ്റ്റ് കൺസെപ്റ്റ് എന്ന് പറയുന്നത് ദിസ് ഇസ് നോട്ട് ഒറിജിനേറ്റഡ് ഫ്രം ദി ബുദ്ധിസം. ബുദ്ധിസത്തിന് മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള കൺസെപ്റ്റുകൾ എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദാറ്റ്സ് വൈ ദ സ്റ്റേറ്റ്മെന്റ് 1 is wrong. Okay, so it comes from the Sanskrit meaning heap or pile. Okay, so it was there during the time of the Shramana tradition itself. So it is not exclusive to Buddhism, and the other two statements are like correct. അപ്പോൾ ഇത്തരത്തില് ഡിഫറെന്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ പല സമയത്തായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. 2023 തന്നെ അത്തരത്തിലുള്ള ചോദ്യം വന്നിട്ടുണ്ട്. സോ ഈവൻ ലൈക്ക് അതിന് മുമ്പും എന്ത് ചെയ്തിട്ടുണ്ട്, സ്തൂപാസിനെ കുറിച്ചിട്ടും സ്തൂബയുടെ ഒറിജിനെ കുറിച്ചിട്ടും അതുപോലെ ലൈക്ക് സ്തൂബയുടെ ഫീച്ചേഴ്സിനെ കുറിച്ചിട്ടും ഒക്കെ ചോദ്യം വന്നിട്ടുണ്ട്. ഇനി സ്തൂബിനെ കുറിച്ച് മെയിൻസ് ആൻസറിലേക്ക് വരുന്ന സമയത്ത് അതിന്റെ ആർക്കിടെക്ചറൽ സ്റ്റൈലിനെ കുറിച്ച് ചോദ്യം വന്നിട്ടുണ്ട്. കാരണം സ്തൂബ എന്ന് പറയുന്നതിന് ഡിഫറെന്റ് രീതിയിലേക്ക് ഇന്റർപ്രറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന്, സ്തൂബ എന്ന് പറയുന്നത് ബുദ്ധയുടെ ലൈഫ് ഇറ്റ് സെൽഫ് ആണ്, അല്ലെങ്കിൽ ബുദ്ധയുടെ ജീവിതത്തിന് അങ്ങനെ തന്നെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു എന്നുള്ളൊരു ഇന്റർപ്രിട്ടേഷൻ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിന്റെ ലൈക്ക് 4 ദിക്കുകൾ അല്ലെങ്കിൽ 4 ദിശ എന്ന് പറയുന്നത് ബുദ്ധന്റെ ജീവിതത്തിലെ 4 ഘട്ടങ്ങളെയൊക്കെ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ബന്ധപ്പെടുത്തിയിട്ടുണ്ട്. സോ അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് ഇതൊക്കെ ലൈക്ക് മെൻഷൻ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഇതെല്ലാം ചോദിച്ചുകൊണ്ടുള്ള മെയിൻസ് ക്വസ്റ്റ്യൻസ് പല തവണ വന്നിട്ടുണ്ട്. സോ യു ഹാവ് ടു ബി വെരി കെയർഫുൾ വെൻ യു ആർ സ്റ്റഡിങ് സ്തൂപ. ഓക്കെ, ലൊക്കേഷൻസ്, ഈ ഫീച്ചേഴ്സ് എല്ലാം തന്നെ പഠിച്ചിട്ടുണ്ടായിരിക്കണം. ദെൻ ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ദ സ്തൂപ മേ കണ്ടെയ്ൻ ദ ബോഡിലി റിമൈൻസ് സച്ച് ആസ് ടീത്ത്, ബോൺ, ആഷസ്. സോ ഇതാണ് ഓൾറെഡി ഇവിടെ ഈ ചോദ്യത്തിന്റെ അകത്ത് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഈ ഒരു ചോദ്യം നിങ്ങൾ എടുത്ത് നോക്കുന്ന സമയത്ത് അതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ജനറലി എ റെപ്പോസിറ്ററി ഓഫ് ദി റെലിക്സ്. യെസ്, ദാറ്റ് സ്റ്റേറ്റ്മെന്റ് ഇസ് കറക്റ്റ്. ഓക്കെ, ബുദ്ധ ഓർ ഹിസ് ഫോളോവേഴ്സ് ഓർ തിങ്സ് ദേ യൂസ്ഡ് ആസ് വെൽ ആസ് ദ പ്രീഷ്യസ് സ്റ്റോൺസ്, കോയിൻസ്, ഇതൊക്കെ സ്തൂബയുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റൊരു ഇൻഫർമേഷൻ, ആസ് ദി സ്തൂബാസ് കണ്ടെയ്ൻസ് പ്രീഷ്യസ് സ്റ്റോൺസ്, കോയിൻസ് എക്സെട്ര, ഇങ്ങനെയുള്ള വിലപിടിപ്പുള്ള വസ്തുക്കളൊക്കെ സ്തൂബയുടെ ഉള്ളിൽ ഉണ്ടായത് കൊണ്ട് പല കാലഘട്ടങ്ങളിലായിട്ട് പല ഭരണാധികാരികളും സ്തൂബ കൊള്ളയടിച്ചിട്ടുണ്ട്. ഓക്കെ, പല സ്തൂബയും നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, പല സ്തൂബയും ഇത്തരത്തിൽ കൊള്ളയടിച്ച് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇത്തരത്തിലുള്ള വിലപ്പെട്ട വസ്തുക്കളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, മോഷ്ടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഈവൻ ബുദ്ധയുടെ റിലിക്സ് പോലും വളരെ പ്രീഷ്യസ് ആയിട്ട് കാണുന്നതാണ്. അതുപോലും ആക്രമിച്ച് കീഴടക്കിയിട്ട് പല ആളുകളും എന്ത് ചെയ്തിട്ടുണ്ട്, പുറത്തേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ദെൻ ബേസിക്കലി ഇത്രയും ഇൻഫർമേഷൻസ് ആണ് ഇവിടെ വരുന്നത്. ദെൻ ഇതിന്റെ ഒരു കൺസ്ട്രക്ഷൻ ഒന്ന് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് വെക്കുക. എ ലെയർ ഓഫ് ദി മഡ് ബ്രിക്ക് ഓർ ബേക്ക്ഡ് ബ്രിക്സ് വാസ് ആഡഡ് ഓൺ ടോപ്പ്. ഓക്കെ, സോ അതാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. ദിസ് കൈൻഡ്സ് ഓഫ് എ ഡോം ലൈക്ക് സ്ട്രക്ചർ, ഇറ്റ് ഈസ് ബേക്ക്ഡ് ലൈക്ക് ഇറ്റ് ഈസ് മെയ്ഡ് ഫ്രം ദി ബേക്ക്ഡ് ബ്രിക്സ്. ഓക്കെ, ദെൻ നിങ്ങൾ കാണുന്ന ഇപ്പൊ ഇതിന്റെ ചുറ്റും എന്തുണ്ട്, ഈ ഒരു ഗിൽസ് അല്ലെങ്കിൽ ലൈക്ക് ഇതിന് ചുറ്റും ഒരു വേലിയുണ്ട്.
ഇനി അങ്ങോട്ടേക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നിങ്ങൾക്ക് ഒരു ഗേറ്റ് വേ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഈ ഗേറ്റ് വേയുടെ മുകളിലായിട്ട് ഡിഫറെന്റ് രൂപത്തിൽ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് മയിലുകളെ കാണാൻ വേണ്ടിയിട്ട് പറ്റും, എലഫന്റിനെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, then you can see like elephants over here. ഇവിടെ ഡിഫറെന്റ് ആയിട്ടുള്ള ജോമെട്രിക്കൽ ഷേപ്പ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ലൈക്ക് ആൾസോ ഹിയർ യു ക്യാൻ സി ഡിഫറെന്റ് ഇൻസ്ക്രിപ്ഷൻസ്. ഓക്കെ, സോ ഇത്തരത്തില് അലങ്കരിച്ച് വെച്ചിട്ടുള്ള ഈ സ്തൂപയുടെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യുന്ന ഈ ഒരു പാത്തിനെയാണ് നമ്മൾ തോരണ എന്ന് പറയുന്നത്. ഓക്കെ, തോരണ എന്ന് പറയുന്നത്. ദെൻ അതിനുശേഷം ഈ പറയുന്ന സ്തൂപയുടെ ചുറ്റും നമുക്ക് നടക്കാൻ വേണ്ടിയിട്ട് ഇതിനെ വലം വെച്ച് പ്രദക്ഷിണം ചെയ്തു വരുന്നതിന് വേണ്ടിയിട്ട് ഒരു പാത്ത് വേ ഉണ്ട്. അതിനെയാണ് നമ്മൾ പ്രദക്ഷിണ പദ എന്ന് പറയുന്നത്. ഓക്കെ, ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഓർത്തു വെക്കേണ്ടതാണ്. സോ ബുദ്ധിസ്റ്റ് സ്തൂപയുടെ സ്ട്രക്ചറിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് തോരണ, രണ്ടാമത്തേത് പ്രദക്ഷിണ പദ. തോരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗേറ്റ് വേ. ഓക്കെ, ഇത്തരത്തിലുള്ള 4 ഗേറ്റ് വേസ് ഉണ്ടായിരിക്കും: ഈസ്റ്റ്, വെസ്റ്റ്, നോർത്ത്, സൗത്ത്. ഓക്കെ, സോ അതും അതിന്റെ കൂടെ തന്നെ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, ദെൻ ദിസ് വാസ് സറൗണ്ടഡ് ബൈ ദ റെയിലിംഗ്സ്. ആ റെയിലിംഗ്സ് ആണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. ദെൻ ഇവിടെ ഗേറ്റ് വേസിന്റെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ, അതിന്റെ പേര് പറയുന്നില്ല. ബട്ട് ആ ഒരു തോരണ അതിനു മുമ്പ് എന്ത് ചെയ്തിട്ടുണ്ട്, UPSC ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു സ്തൂപ എന്ന് പറയുന്നത് ദിസ് ഇസ് ദി ലൈക്ക് ഇന്ത്യയിൽ നമ്മൾ എക്സിസ്റ്റ് ചെയ്യുന്നതിലെ വൺ ഓഫ് ദ ലാർജസ്റ്റ് ഓർ ദ ലാർജസ്റ്റ് സ്തൂപയാണ്, ദാറ്റ് ഇസ് സാഞ്ചി സ്തൂപ. ഓക്കെ, സാഞ്ചി സ്തൂപ, ദിസ് ഇസ് എക്സിസ്റ്റഡ് ഓർ ഇറ്റ് ഈസ് ഇൻ മധ്യപ്രദേശ്. അതും കൂടെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ദിസ് ഇസ് ദ ഗ്രേറ്റസ്റ്റ് ഓർ ദ ലാർജസ്റ്റ് സ്തൂപ. ഓക്കെ, സോ അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ആൻഡ് ഇതിൽ ഈ ഒരു സ്തൂപിനെ കുറിച്ചിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻസും കൂടെ ഇപ്പൊ നിങ്ങൾക്ക് ഫർദർ ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ സന്തോഷ് ജോർജ് കുളഞ്ഞിരിയുടെ സഞ്ചാരം വീഡിയോ പ്രോഗ്രാമിലെ മധ്യപ്രദേശ്, ഓക്കെ, മധ്യപ്രദേശ് സ്റ്റേറ്റിനെ കവർ ചെയ്യുന്നുണ്ട്. അതിൽ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഈ പറയുന്ന സാഞ്ചി സ്തൂപയെ കുറിച്ച് മാത്രമാണ്. അപ്പൊ നിങ്ങൾക്ക് സമയം കിട്ടും എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ വീഡിയോ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. സഞ്ചാരം എപ്പിസോഡിന്റെ മധ്യപ്രദേശ്, അതിൽ സാഞ്ചി സ്തൂപിനെ കുറിച്ച് പറയുന്ന ഒരു എപ്പിസോഡ് ഉണ്ട്. പ്ലീസ് വാച്ച് ദാറ്റ്. ഓക്കെ, ഒരുപാട് നല്ല ഇൻഫർമേഷൻസും നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടുന്നതാണ്. ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആണ്. ഓക്കെ, സോ ജസ്റ്റ് അതൊന്ന് കാണുക. ഇനി ഇതിനെക്കുറിച്ച് പറയുന്ന സമയത്ത് ഈ സ്തൂപ എന്ന് പറയുന്നതിന്റെ ആദ്യത്തെ കൺസ്ട്രക്ഷൻ അശോക ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ നടന്നിട്ടുണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. പക്ഷെ അന്ന് ഇത്രത്തോളം മാസീവ് സ്ട്രക്ചറിൽ ഈ പറയുന്ന ഡെക്കറേറ്റീവ് ആയിട്ടുള്ള റെയിലിംഗ്സോ അല്ലെങ്കിൽ ഗേറ്റ് വേസോ തോരണാസോ പ്രദക്ഷിണ പദയോ ഒന്നും ചിലപ്പം ഉണ്ടായിക്കൊള്ളണം എന്നില്ല. ബട്ട് എനിവേ ഇതിന്റെ ആദ്യ രൂപം അശോക ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ കൺസ്ട്രക്ട് ചെയ്തു. പിന്നീട് വന്ന പല രാജാക്കന്മാരും ഇതിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ കൊത്തുപണികൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇവിടേക്ക് എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ഈ ഓരോ ഗേറ്റ് വേയും ഓരോ രാജാക്കന്മാരെ അല്ലെങ്കിൽ ചില വ്യാപാരികളൊക്കെ സംഭാവന ചെയ്തതാണ്. ഇത് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ലൈക്ക് എമൗണ്ട്, എക്സ്പെൻസ്, അത് ഓരോ വ്യാപാരികള്, മെർച്ചൻസ്, രാജാക്കന്മാര് അവരൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, സംഭാവന ചെയ്തിട്ടുള്ളത്. അപ്പം അത്തരത്തിലുള്ള ആളുകളുടെ പേരും ഇത്തരത്തിലുള്ള സ്തൂപയിൽ കൊത്തിവെച്ചതായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അശോക ചക്രവർത്തിയുടെ അല്ലെങ്കിൽ മൗര്യ കാലഘട്ടത്തിൽ സ്തൂപാസ് കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടെങ്കിലും അതിലേക്ക് ഫെർദർ ആയിട്ടുള്ള ആർക്കിയോളജിക്കൽ അഡീഷൻസ് ഡിഫറെന്റ് ടൈംസിൽ നടന്നിട്ടുണ്ട്. ചില സമയത്തൊക്കെ റിനോവേഷൻസ് നടന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു ഇതുപോലെ പ്രീഷ്യസ് ആയിട്ടുള്ള സ്റ്റോൺസ് ഒക്കെ ഉള്ളതുകൊണ്ട് പല ആളുകളും അത് ലൂട്ട് ചെയ്തിട്ടുണ്ട്, കൊള്ളയടിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ കൊള്ളയടിച്ച് തകർക്കപ്പെട്ട പല സ്തൂപാസും പിന്നീട് എന്ത് ചെയ്തിട്ടുണ്ട്, റീക്രിയേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ഒരു ഹിസ്റ്ററി അല്ലെങ്കിൽ ഒരു ലോങ് പ്രോസസ്സിന്റെ, ഒരു കണ്ടിന്യൂസ് പ്രോസസ്സിന്റെ ഹിസ്റ്ററിയും കൂടെ സ്തൂപാസിന് പറയാൻ വേണ്ടിയിട്ടുണ്ട്. ഓക്കെ, സോ അതാണ് ഇവിടെ പറയുന്നത്. വൈൽ ദ ബ്രിക് മോൾഡ്, okay, the brick mold probably dates to the time of the Ashoka. Then the railings and gateways were added during the time of the later rulers. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. Then also the sculptures from the Amaravati, അതാണ് കൊടുത്തിരിക്കുന്നത്. Okay, so just as you can see in the left you can see the sculptures from the Amaravati. സോ അമരാവതിയും ഈ പറയുന്ന പോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. അമരാവതിയുടെ ലൊക്കേഷൻ ഞാൻ പല പ്രാവശ്യമായിട്ട് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമരാവതി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, നോക്കി വെക്കണം. ആന്ധ്രാപ്രദേശിലാണ്, വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ബുദ്ധിസ്റ്റ് സൈറ്റ് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ അമരാവതിയിലും ദർ ഇസ് എ മാഗ്നിഫിഷ്യൻ സ്തൂപ ഇസ് ദേർ. ഓക്കെ, ദാറ്റ് എക്സിസ്റ്റഡ് ദേർ. ദെൻ ദർ വർ ലൈക്ക് ദ ഡെക്കറേറ്റീവ് കാർവിങ്സ്. അങ്ങനെയുള്ള ഒരു ഡെക്കറേറ്റീവ് കാർവിംഗ് ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ആൻഡ് ദിസ് ഇൻഡിക്കേറ്റ്സ് ലൈക്ക് എ വാർ. Okay, the different peoples are like fighting each other and elephants are there. Okay, so ഇത് നമുക്ക് നോക്കുന്ന സമയത്ത് ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രത്തോളം ആനകളെ യുദ്ധത്തിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് നന്ദ ഡൈനസ്റ്റിയുടെ കാലഘട്ടത്തിലും അതുപോലെ അതിനുശേഷം വന്ന മൗര്യ ഡൈനസ്റ്റിയുടെ കാലഘട്ടത്തിലും ഒക്കെയാണ്. ഓക്കെ, അതായത് മഗധ സാമ്രാജ്യത്തിലായിരുന്നു ഇത്രത്തോളം ആനകളെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്.
സോ അത് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ നിന്ന് ഇന്റർപ്രിറ്റ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഓക്കെ. ദെൻ ലൈക്ക് ഇത്തരത്തിലുള്ള സ്തൂപാസില് ബുദ്ധിസ്റ്റ് ആയിട്ടുള്ള കൺസെപ്റ്റുകൾ മാത്രമായിരുന്നില്ല ഉണ്ടായിരുന്നത്. ആസ് യു ക്യാൻ സി ലൈക്ക് ഏർലിയസ്റ്റ് ടൈംസില് ബുദ്ധിസം, ജൈനിസം, ഹിന്ദുയിസം ഇതൊക്കെ ഓവർലാപ്പ് ചെയ്തുകൊണ്ടായിരുന്നു എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് ഡിഫറെന്റ് റിലീജിയൻസിലുള്ള കാര്യങ്ങൾ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും എക്സ്ചേഞ്ച് ചെയ്ത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അഹിംസ ഇസ് ലൈക്ക് കോമൺ ടു ബോത്ത് ബുദ്ധിസം ആൻഡ് ജൈനിസം. അത് പിന്നീട് ഹിന്ദുയിസത്തിലേക്കും കടന്നു വരുന്നുണ്ട്. സോ അങ്ങനെ വരുന്നതോട് കൂടിയിട്ടാണ് ലൈക്ക് മാംസം ഭക്ഷിക്കരുത് എന്നുള്ള ഒരു കൺസെപ്റ്റ് എന്ത് ചെയ്യുന്നത് ഹിന്ദുയിസത്തിൽ ഡെവലപ്പ് ചെയ്തു വരുന്നത്. സോ ഇത്തരത്തില് ഈ ഒരു ഐഡിയാസിന്റെ എക്സ്ചേഞ്ച് ഈ ഡിഫറെന്റ് റിലീജിയൻസിന്റെ ഉള്ളിൽ നടക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ ബുദ്ധിസത്തിന്റെ പിൻകാലത്ത് ബുദ്ധിസത്തിന്റെ ഒരു ഡിക്ലൈൻ അല്ലെങ്കിൽ ബുദ്ധിസം ഇന്ത്യയിൽ ഇല്ലാതായി പോകുന്നതിന് കാരണമായിട്ടുള്ള ഒരു കാരണമെന്ന് പറയുന്നത് ഇത്തരത്തിൽ ഹിന്ദുയിസത്തിൽ നിന്നുള്ള ഒരുപാട് കൺസെപ്റ്റുകൾ ബുദ്ധിസം അഡോപ്റ്റ് ചെയ്തു. ബുദ്ധന് ശേഷം ഒരുപാട് കൺസെപ്റ്റുകൾ അങ്ങനെ ഹിന്ദുയിസത്തിൽ നിന്ന് ബുദ്ധിസത്തിലേക്ക് കടന്നു വരികയും ബുദ്ധിസത്തിന് അതിന്റെ ഐഡന്റിറ്റി നഷ്ടപ്പെടുകയും ചെയ്തു. ഓക്കെ. സോ അതോട് കൂടിയിട്ട് ബുദ്ധിസം എന്ത് ചെയ്തു, ബുദ്ധിസവും ഹിന്ദുയിസം തമ്മിൽ വലിയ വ്യത്യാസം ഇല്ലാതായി. ബുദ്ധിസം ബിക്കം ഓൾമോസ്റ്റ് ഈക്വൽ ടു ഹിന്ദുയിസം എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് വന്നു. അതോട് കൂടിയിട്ടാണ് പിന്നെ ബുദ്ധിസം ഡിക്ലൈൻ ചെയ്യുന്നത്. ഓക്കെ. സോ അതൊക്കെ എങ്ങനെ സംഭവിച്ചു എന്നുള്ളതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കുറച്ചുകൂടെ കഴിയുന്ന സമയത്ത് പഠിക്കും. പിന്നെ അതുപോലെ തന്നെ ഈ ബുദ്ധിസവും അതുപോലെ തന്നെ ലൈക്ക് ഹിന്ദുയിസവും തമ്മിൽ കോൺഫ്ലിക്റ്റുകളും ഉണ്ടായിരുന്നു. അതായത് ചില സമയത്ത് ഈ പറയുന്ന ബുദ്ധിസം ഈ പറയുന്ന ബുദ്ധിസം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ ഹിന്ദുയിസത്തിലുള്ള ഡിഫറെന്റ് ഗോഡ്സിനെ ബുദ്ധയുടെ സബോർഡിനേറ്റ്സ് ആയിട്ട് അല്ലെങ്കിൽ ബുദ്ധ ശിവന്റെ മുകളിൽ കയറി നിൽക്കുന്ന രൂപത്തിൽ അല്ലെങ്കിൽ ശിവനെ ആക്രമിക്കുന്ന രൂപത്തിലൊക്കെ ഡെപിക്ട് ചെയ്തു. അതേപോലെ തന്നെ ഹിന്ദുയിസത്തിൽ എന്ത് ചെയ്തു, ബുദ്ധനെ ആക്രമിക്കുന്ന രൂപത്തിൽ ഹിന്ദു ഡെയിറ്റീസിനെയും ഡെപിക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ യു ക്യാൻ ഫൈൻഡ് ഇറ്റ്. ഇതൊക്കെ ഹിസ്റ്റോറിക്കലി ഇമ്പോർട്ടന്റ് ആണ്. ഇതിന്റെ എല്ലാം ബേസിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ പല സമയത്ത് പല എക്സാമുകളിൽ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ. ലൈക്ക് ഡിഫറെന്റ് ഡെപിക്ഷൻസ് ആ സമയത്ത് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഓക്കെ. സോ ഇതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ചോദ്യങ്ങളും ചോദിച്ചിട്ടുണ്ട്. പല സമയത്ത് ഡിഫറെന്റ് ആയിട്ടുള്ള എക്സാമുകളിൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഹൗ ദിസ് കൈൻഡ് ഓഫ് ലൈക്ക് ഡിഫറെന്റ് കോൺഫ്ലിക്ട്സ് ലെഡ് ടു ദി എമർജൻസ് ആസ് വെൽ ആസ് ലൈക്ക് ദ ഡിക്ലൈൻ ഓഫ് ദി റിലീജിയൻസ് എന്നുള്ള രൂപത്തിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ക്വസ്റ്റ്യൻസ് പല തവണ വന്നിട്ടുണ്ട്. ഓക്കെ. ഞാനിപ്പോ സെർച്ച് ചെയ്യുന്ന സമയത്ത് കാണുന്നില്ല. ബട്ട് ഇനി 2024 2024 വിഷന്റെ അഭ്യാസ് ടെസ്റ്റിൽ ഇത്തരത്തിലുള്ള ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഓക്കെ. വിഷന്റെ മെയിൻസിന്റെ അഭ്യാസ് ടെസ്റ്റിൽ ഒരു ചോദ്യം ഇതേ ഒരു പെർസ്പെക്റ്റീവിൽ വന്നിട്ടുണ്ടായിരുന്നു. ആ ചോദ്യം ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ. സോ ഈ ഒരു കാര്യം ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ ഓർത്ത് വെക്കുക, ദർ വർ ദ കോൺഫ്ലിക്ട്. ഇനി അത് മാത്രമല്ല, വിത്തിൻ ദി ഹിന്ദു റിലീജിയൻ ആൾസോ ദർ വർ കോൺഫ്ലിക്ട്, ലൈക്ക് വിഷ്ണു വേഴ്സസ് ശൈവ, ലൈക്ക് വൈഷ്ണവൈറ്റ്സ് വേഴ്സസ് ശൈവൈറ്റ്സ്. ഈ ഒരു കോൺഫ്ലിക്റ്റ് അവിടെ എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നിങ്ങൾ ദശാവതാരം സിനിമ കാണുന്ന സമയത്ത് അതിന്റെ തുടക്കത്തിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും, വിഷ്ണുവിനെ ആരാധിക്കുന്ന കമൽ ഹാസൻ, അതായത് ആ പൂജാരി എന്ത് ചെയ്യുന്നുണ്ട്, അന്നത്തെ ശിവനെ ആരാധിക്കുന്ന രാജാവ് ക്രൂരമായിട്ട് കൊല്ലുന്നുണ്ട്. അപ്പം അന്നത്തെ കാലഘട്ടത്തിൽ ഇത്തരത്തിൽ വിഷ്ണു ഭക്തന്മാരും ശിവഭക്തന്മാരും തമ്മിൽ പരസ്പരം അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. സോ ഈവൻ ഇതിന്റെ ഒരു റീസൺ ആയിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈവൻ പുരാണങ്ങളിലും അതുപോലെ തന്നെ ഹിസ്റ്ററി മിത്തോളജിക്കൽ ആയിട്ടുള്ള നമ്മുടെ ടെക്സ്റ്റുകളിലൊക്കെ വിഷ്ണുവും ശിവയും പരസ്പരം പോരടിക്കുന്നതായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പം ഹൂ ഇസ് സുപ്രീം ഓവർ ഹിയർ എന്നുള്ള രൂപത്തിലേക്ക് അന്ന് മുതലേ ഡിസ്കഷൻസ് ഉണ്ടായിരുന്നു. അപ്പൊ ഇവരുടെ ഡിവോട്ടീസും ഇതേ രൂപത്തിൽ എന്ത് ചെയ്യാൻ തുടങ്ങി,
പരസ്പരം കോൺഫ്ലിക്റ്റിൽ ഏർപ്പെടാൻ വേണ്ടിയിട്ട് തുടങ്ങി. ആൻഡ് that conflict existed between the different religions over here. ഇപ്പൊ ലൈക്ക് സദ്വാഹന ഡൈനസ്റ്റിയുടെ കാലഘട്ടമൊക്കെ ആവുന്നതോട് കൂടിയിട്ട് മറ്റ് റിലീജിയൻസിന്റെ അതുവരെ ലൈക്ക് ടു സം എക്സ്റ്റെന്റ് ടു ഗ്രേറ്റ് എക്സ്റ്റെന്റ് റിലീജിയസ് ടോളറൻസ് ആയിരുന്നെങ്കിൽ സദ്വാഹന ഡൈനസ്റ്റിയുടെ കാലഘട്ടം ആവുന്നതോട് കൂടിയിട്ട് റിലീജിയസ് ഇൻടോളറൻസ് കൂടി വരുന്നതായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, സോ ഈ ഒരു പെർസ്പെക്റ്റീവിലും ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഓക്കെ, സോ ഈ ഒരു ജസ്റ്റ് ഒരു സദ്വാഹന ഡൈനസ്റ്റിയുടെ ശേഷം പിന്നീട് വരുന്ന കാലഘട്ടം എന്ന് പറയുന്നത് ഡിഫറെന്റ് റിലീജിയൻസിലെ ഏത് റിലീജിയനാണ് രാജാക്കന്മാർ സപ്പോർട്ട് ചെയ്യുന്നത് ആ റിലീജിയൻസ് ലൈക്ക് ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് പിന്നീട് കാണാൻ പറ്റുന്നത്. സോ ടിൽ ദിസ് ഇറ്റ് വാസ് ഫൈൻ. അതുകൊണ്ടായിരുന്നു ആൻഷ്യൻ ടൈംസിൽ ഡിഫറെന്റ് റിലീജിയൻസ് സൈമൾട്ടേനിയസ്ലി പ്രോഗ്രസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ബട്ട് ആഫ്റ്റർ ദാറ്റ് വൺ റിലീജിയൻ ബിക്കം ത്രെറ്റ് ടു ദി അതർ റിലീജിയൻ. സോ ദിസ് വാസ് ദ സോഷ്യൽ സ്ട്രക്ചർ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കുക. ബുദ്ധിസ്റ്റ് സ്തൂപ എന്ന് പറയുന്നത് ഇറ്റ് വാസ് നോട്ട് ജസ്റ്റ് ദ ഡെപിക്ഷൻസ് ഓഫ് ദി ബുദ്ധിസം, അല്ലെങ്കിൽ ബുദ്ധിസം റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരുന്നില്ല. ദർ വർ ദ ഡെപിക്ഷൻസ് ഫ്രം ദ ലൈക്ക് ഹിന്ദു റിലീജിയൻ ആൾസോ. ഡിഫറെന്റ് ഡേറ്റീസ് ലൈക്ക് വിഷ്ണു, ശിവ, ദുർഗ, ഇവരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അത്തരം ഷ്രൈനുകളിൽ ഡെപിക്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, ദെൻ ദ കൺസെപ്റ്റ് ഓഫ് ഗർഭഗൃഹ. നിങ്ങൾ ടെമ്പിൾ ആർക്കിടെക്ചറുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുന്ന സമയത്ത് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് ആണ് ഗർഭഗൃഹ എന്ന് പറയുന്നത്. ഓക്കെ, ഗർഭഗൃഹ എന്ന് പറയുന്നത്. സോ ഗർഭഗൃഹയുടെ കേസ് എന്ന് പറയുന്നത് ഡെയ്റ്റി, നമ്മുടെ ഡെയ്റ്റിയെ പ്രതിഷ്ഠിക്കുന്ന ആ ഒരു സ്പേസിനെ പറയുന്ന പേരാണ് ഗർഭഗൃഹ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക, ഗർഭപാത്രത്തിനുള്ളിലായിരിക്കും ശിശു ഉണ്ടാകുന്നത്. അപ്പൊ ദ സെയിം വേ ഈ ഒരു ടെമ്പിളിൽ എവിടെയാണോ ഡെയ്റ്റിയെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്, എവിടെയാണോ ഡേറ്റി എക്സിസ്റ്റ് ചെയ്യുന്നത്, ആ ഏരിയ നമ്മൾ പറയുന്ന പേരാണ് ഗർഭഗൃഹ എന്ന് പറയുന്നത്. ഓക്കെ, അത് ജസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്, ജസ്റ്റ് അതൊന്ന് ഓർത്ത് വെക്കുക. ദെൻ ശിഖര. ശിഖര എന്ന് പറയുന്നത് നമ്മളുടെ ടെമ്പിളിന്റെ ഏറ്റവും ഹയസ്റ്റ് പോയിന്റ് ആണ്. ഓക്കെ, സോ ഒരു ടെമ്പിളിന്റെ സ്ട്രക്ചർ ഇതുപോലെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആയിരിക്കും മോസ്റ്റ് ഓഫ് ദ ടൈം ഗർഭഗൃഹ വരുന്നത്. ഗർഭഗൃഹയുടെ മുകളിലായിട്ടായിരിക്കും ഈ ഒരു ഹയസ്റ്റ് പോയിന്റ് നോർമലി വരുന്നത്. ഓക്കെ, സോ അതിനെയാണ് ലൈക്ക് ഇതുപോലത്തെ ഒരു ഹയസ്റ്റ് സ്ട്രക്ചർ ഉണ്ടായിരിക്കും. ആ ഹയസ്റ്റ് സ്ട്രക്ചറിനെയാണ് നമ്മൾ ശിഖര എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനടുത്തതാണ് മഹാബലിപുരം, അതുപോലെ തന്നെ ലൈക്ക് ഐഹോൾ. ഓക്കെ, ഐഹോൾ ഇൻസ്ക്രിപ്ഷനെ കുറിച്ചിട്ട് കുറച്ചുകൂടെ കഴിയുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുന്നതായിരിക്കും, പഠിക്കുന്നതായിരിക്കും. സോ മഹാബലിപുരത്തിനെ കുറിച്ചിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് മഹാബലിപുരത്ത് വരുന്ന രാജവംശം അല്ലെങ്കിൽ രാജാക്കന്മാർ ആരായിരുന്നു? ഹു വാസ് ദ റൂളേഴ്സ് ഫ്രം മഹാബലിപുരം? ഓക്കെ, ക്യാൻ എനി ഓഫ് യു ആൻസർ? മഹാബലിപുരത്ത് നിന്നുള്ള രാജാക്കന്മാർ ആരായിരുന്നു, അല്ലെങ്കിൽ മഹാബലിപുരത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആരാണ്? പല്ലവാസ് അല്ലേ? യാ, എക്സാക്ട്ലി. ഓക്കെ, പല്ലവാസ് ഓഫ് കാഞ്ചി. കാരണം അവരുടെ മറ്റൊരു ഒരു ക്യാപിറ്റൽ അല്ലെങ്കിൽ ഒരു കൾച്ചറൽ ക്യാപിറ്റൽ ഒക്കെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് മഹാബലിപുരം എന്ന് പറയുന്നത്, പല്ലവാസ് ഓഫ് കാഞ്ചി. ഓക്കെ, 2024 ചോദ്യം വന്നിട്ടുള്ളതാണ്. സോ ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് മീൻസ് എക്സാമിനേഷനിൽ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, ദെൻ ലൈക്ക് മണ്ഡപ എന്ന് പറയുന്നത് ഈ ഗർഭഗൃഹയുടെ ഓക്കെ ലൈക്ക് തൊട്ട് മുമ്പിലുള്ള ഒരു പ്രദേശമാണ്. അവിടെ ആയിരിക്കും മോസ്റ്റ് ഓഫ് ദ ടൈം. ഇപ്പൊ ലൈക്ക് ഞാൻ ജസ്റ്റ് അതിന്റെ ഒരു സൈഡ് വ്യൂ ആണ് കാണിക്കുന്നത്. ഇവിടെ ആയിരിക്കും ഗർഭഗൃഹ ഉണ്ടാവുന്നത്. ആ ഗർഭഗൃഹയുടെ ലൈക്ക് ഇതിലൂടെ ചെറിയൊരു സ്പേസ് ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഇവിടെ ലൈക്ക് ഒരു ലാർജ് അസംബ്ലി ഹാള് പോലെയുള്ള ഒരു ഏരിയ ഉണ്ടായിരിക്കും. ഇവിടെ നിന്നുകൊണ്ടായിരിക്കും പല സമയത്തും ഡിവോട്ടീസ് ദൈവത്തിനെ കാണുന്നത് അല്ലെങ്കിൽ ഡൈറ്റിയെ കാണുന്നത്. സോ ഇങ്ങനെ ആളുകൾ അസംബിൾ ചെയ്യുന്ന ഈ ഒരു ഏരിയ അല്ലെങ്കിൽ ഈ ഒരു സ്ഥലത്തിന് പറയുന്ന പേരാണ് മണ്ഡപ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ ടെമ്പിൾ ആർക്കിടെക്ചറുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഓർത്ത് വെക്കുക. ആൻഡ് ദിസ് ഇസ് ദ ദുർഗ ടെമ്പിൾ ഇൻ ഐഹോൾ. ഇറ്റ് വാസ് ബിൽഡ് ഇൻ 1400 years ago ആൻഡ് ഇറ്റ് ഇസ് സ്റ്റിൽ ഇൻടാക്ട്. ഇപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. 1400 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയതാണ്, ബട്ട് ഇറ്റ് ഇസ് സ്റ്റിൽ എക്സിസ്റ്റിംഗ്. ദെൻ മോണോലിത്തിക് ടെമ്പിൾസ് അറ്റ് ദി മഹാബലിപുരം. ദിസ് ഇസ് ലൈക്ക് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. പല തവണ റിപ്പീറ്റ് ആയിട്ട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഓക്കെ, സോ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ചില ടെമ്പിൾസ് ആണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ആൻഡ് ദിസ് ഇസ് ഇമ്പോർട്ടന്റ്. വൈ ദിസ് ഇസ് ഇമ്പോർട്ടന്റ് മീൻസ് ഇറ്റ് ഷോക്കേസസ് ദ എവല്യൂഷൻ ഓഫ് ദി ടെമ്പിൾ ആർക്കിടെക്ചർ. എസ്പെഷ്യലി സ്ട്രക്ചറൽ ടെമ്പിൾസിലേക്കുള്ള ഒരു എവല്യൂഷൻ കാണിക്കുന്നുണ്ട്.
പല്ലവാസ്, ചാലുക്യാസ്, അതുപോലെ ലൈക്ക് ചോളാസ്. ഇന്നലെ ഞാൻ നിങ്ങൾക്ക് KS ന്റെ മെയിൻസ് എക്സാമിനേഷനിലുള്ള ചോദ്യം കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ലൈക്ക് ടു റൈറ്റ് അബൌട്ട് ദ എവല്യൂഷൻ ഓഫ് ദി ദ്രവിഡിയൻ ആർക്കിടെക്ചർ. അപ്പൊ അതിൻ്റെ അകത്ത് ഇത്തരത്തിലുള്ള സ്ട്രക്ചറൽ ടെമ്പിൾസിന് പിന്നീടാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ബൃഹദീശ്വര ടെമ്പിൾസ് പോലുള്ള ലാർജ് സ്ട്രക്ചറിലേക്ക് ടെമ്പിൾ കൺസ്ട്രക്ഷൻസ് മാറുന്നത്. അപ്പൊ റോക്കറ്റ് സ്ട്രക്ചറിൽ നിന്ന് പിന്നീട് ഇതുപോലെ മോണോലിത്തിക് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സും പിന്നീട് സ്ട്രക്ചറൽ ടെമ്പിൾസിലേക്ക് മാറുന്നുണ്ട്. സ്ട്രക്ചറൽ ടെമ്പിൾസിലേക്ക് എത്തുമ്പോഴേക്കും അത് എന്ത് ചെയ്തിട്ടുണ്ട്, ലാർജ് ബിൽഡിങ്സ് ആയിട്ട് മാറുന്നുണ്ട്. അപ്പൊ ബൃഹദേശ്വര ടെമ്പിൾ ഒക്കെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, ഇറ്റ് ഈസ് ലൈക്ക് വെരി ഹ്യൂജ്. ഓക്കെ, സോ ആ ഒരു എവല്യൂഷൻ കൃത്യമായിട്ട് നിങ്ങൾ ഇനി പഠിക്കുന്നതായിരിക്കും. ആർട്ട് ആൻഡ് കൾച്ചർ പഠിക്കുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇപ്പൊ ഒരു ബേസിക് ഇൻഫർമേഷൻസ് മാത്രം ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഓർത്ത് വെക്കുക. ആൻഡ് ഹിയർ ഷോ പീസസ് ജൈൻ മൊണാസ്ട്രി ഇൻ ഒഡീസ. അപ്പം ആദ്യകാലങ്ങളിൽ ജൈൻ ആയിക്കോട്ടെ ബുദ്ധിസ്റ്റ് ആയിക്കോട്ടെ ഇത്തരത്തിലുള്ള മൊണാസ്ട്രീസും കാര്യങ്ങളൊക്കെ പാറയിൽ കൊത്തിയെടുക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ബിക്കോസ് ദേ വർ ലൈക്ക് വാണ്ടറേഴ്സ്. ഓക്കെ, സോ അതുകൊണ്ട് അവർക്ക് താമസിക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ അവർക്ക് ആരാധനാ കർമ്മങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള റൂമുകൾ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ചൈത്യാസ് ആൻഡ് വിഹാരാസ്. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ടുള്ള അവർക്ക് താമസിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള റൂമുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ആൻഡ് ദിസ് വാസ് ലൈക്ക് കാർവഡ് ഔട്ട് ഫ്രം റോക്ക്. ഓക്കെ, ആ ഒരു കാലഘട്ടത്തിൽ ഇത്തരത്തിൽ പാറകൾ തുരന്നിട്ടായിരുന്നു എന്തുണ്ടായിരുന്നത്, ഇത്തരത്തിലുള്ള സ്ട്രക്ചേഴ്സ് കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. Then okay, it's also about the stupa, and then the different kinds of the ivory works. Wait for one of the most beautiful gateways in Sanji. So like different ആയിട്ടുള്ള രാജാക്കന്മാർ എന്ത് ചെയ്തിട്ടുണ്ട്, ഇത്തരത്തിലുള്ള എമൗണ്ട്സ് സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദ കിങ്സ്, ക്യൂൻസ്, അതുപോലെ ലൈക്ക് മെർച്ചൻസ്, ദേ സ്പെൻഡ് മണി ഓക്കെ ടു പേ ഫോർ ദ ക്രാഫ്റ്റ് പേഴ്സൺ ഓർ ലൈക്ക് ക്രാഫ്റ്റ്മാൻഷിപ്പ്. അപ്പം അവരുടെ പേരുകളും പല സമയത്തും എന്ത് ചെയ്തിട്ടുണ്ട്, ഇത്തരത്തിലുള്ള സ്റ്റൂബാസിന്റെ ഗേറ്റ് വേയിൽ റെയിലിംഗ്സിലൊക്കെ കൊത്തി വെച്ചിരിക്കുന്നതായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, സോ ജസ്റ്റ് ആ കാര്യങ്ങളൊന്ന് ഇവിടെ നിന്ന് വായിച്ചു നോക്കുക. ദെൻ കംസ് ലൈക്ക് ദ പെയിന്റിങ്സ്. ഈ പെയിന്റിങ്സിലേക്ക് വരുന്ന സമയത്ത് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അജന്ത പെയിന്റിങ്സ് ആണ്. അജന്ത പെയിന്റിങ്സിനെ കുറിച്ചിട്ട് പല തവണ ചോദ്യം വന്നിട്ടുണ്ട്, മൾട്ടിപ്പിൾ ടൈംസ് ചോദ്യം വന്നിട്ടുണ്ട്. ഓക്കെ, സോ അജന്ത പെയിന്റിങ്സിനെ കുറിച്ചിട്ട് ലൈക്ക് ഇയർ ഓൺ ഇയർ റിപ്പീറ്റ് ചെയ്തു വരുന്ന ഒരു ചോദ്യമാണ് അജന്ത പെയിന്റിങ്സ് എന്ന് പറയുന്നത്. So this is one such question. Okay, civil service examination, which of the following statement is correct? Ajanta cave lies in the gorge of Vagora river. ഏത് റിവറിന്റെ നിയർ ആണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. സാഞ്ചി സ്തൂപ ലൈസ് ഇൻ ദി ഗോർജ് ഓഫ് ദി ചമ്പൽ റിവർ. ഓക്കെ, സോ സാഞ്ചി സ്തൂപയും ഓൾറെഡി നമ്മൾ പഠിച്ചു. അതിന്റെ ലൊക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് അടുത്ത ചോദ്യം വന്നിരിക്കുന്നത്. ഇത് ലൈക്ക് പാണ്ഡുലെൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പാണ്ഡുലെന അല്ലെങ്കിൽ പാണ്ഡവ് ലെനി കേവ്സ് എന്നാണ് നമ്മൾ സാധാരണ പറയാറുള്ളത്. ഓക്കെ, പാണ്ഡവ് ലെനി കേവ്സ്, ഇവിടെ കൊടുത്തിരിക്കുന്നത് പാണ്ഡുലെന കേവ്സ് എന്നാണ്. എനിവേ, ഓക്കെ, സോ പാണ്ഡുലെന കേവ്സ് ഓർ ലൈക്ക് പാണ്ഡവ് ലെനി കേവ്സ് ദാറ്റ് ഇസ് ലൈസ് ഇൻ ദി ഗോർജ് ഓഫ് ദി നർമ്മദ റിവർ. ദെൻ അമരാവതി സ്തൂപ, ഇപ്പൊ നമ്മൾ കുറച്ചു മുമ്പ് നോക്കിയതേ ഉള്ളൂ, ലൈസ് ഇൻ ദി ഗോർജ് ഓഫ് ദി ഗോദാവരി റിവർ. അതിന്റെ ലൊക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ ചോദ്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അപ്പൊ ഇത് നിങ്ങൾക്ക് എങ്ങനെയാണ് ആൻസർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം അജന്ത കേവ് എവിടെയാന്നുള്ളത് നിങ്ങൾ പഠിക്കും, സാഞ്ചി സ്തൂപ കേവ് എവിടെയാന്നുള്ളത്, അമരാവതി എവിടെയാന്നുള്ളത് നിങ്ങൾ പഠിച്ചു. ഇനി ജോഗ്രഫി ആകുന്ന സമയത്ത് വഗോറ റിവർ, ചമ്പൽ റിവർ, നർമ്മദ റിവർ, അതുപോലെ ഗോദാവരി റിവർ, ഇതൊക്കെ എവിടെയാണ് എന്നുള്ളതും കൂടി നിങ്ങൾ പഠിക്കും. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം കണക്ട് ചെയ്തിട്ട് ഇത് എവിടെയാണ് വരുന്നത് എന്നുള്ളത് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, സോ അങ്ങനെയാണ് പഠിക്കുന്നത്. ഇനി അതല്ല അജന്ത കേവ്സ് തന്നെ പഠിക്കുന്ന സമയത്ത് അതിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ അതിന്റെ ലൊക്കേഷൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കും. അങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു ചോദ്യം ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഇത് 2022 അങ്ങാണ്ട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. 2022 ഓർ ലൈക്ക് 2021 ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഓക്കെ, 2021 ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. 2021 ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് നമ്മളിപ്പോ കണ്ട ചോദ്യം എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് ലൈക്ക് എ വെരി റീസെന്റ്. ഇനി അത് കൂടാതെ മെയിൻസ് എക്സാമിനേഷനിലും ഒരുപാട് ചോദ്യം എന്ത് ചെയ്തിട്ടുണ്ട്, അതേ പെർസ്പെക്റ്റീവില് വന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇത് കുറച്ചുകൂടെ മുമ്പ് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ലൈക്ക് CAPF എക്സാമിനേഷന് ചോദിച്ചിട്ടുള്ളതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് ഓർ ആർ കറക്റ്റ്? The Ajanta caves have been painted from the scenes of the Jainism. Okay, then at the next is the crowning achievements of the Ellora cave is the colossal monolithic Kailashnath temple. Okay, so Kailashnath temple ഒരു monolithic ഒരു സ്ട്രക്ചർ ആണ്. It is still a mystery who constructed, how this Kailashnath temple is being made up. ഓക്കെ, ഇത് ഈവൻ ഏലിയൻസ് ആണ് കൺസ്ട്രക്ട് ചെയ്തത് എന്നുള്ള തിയറീസ് വരെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്.
Then the Ajanta caves have been built over a period. Okay, അത് കംപ്ലീറ്റ് ഇല്ല. സോ എനിവേ ഇത്തരത്തിലുള്ള ചോദ്യം വന്നിട്ടുണ്ട്. ദെൻ ഈ ഒരു സൈറ്റും കൂടെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക, എക്സാം റോബോട്ട്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഒരു ടോപ്പിക്, ഇപ്പൊ അജന്ത കേവ്സുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഒരു ചോദ്യം നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വന്നിട്ടുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ ഒരു ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അത് മാത്രമല്ല, അതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റ് എക്സാമുകളിൽ ഓരോ സമയത്ത് വന്നിട്ടുള്ള വേറെ ക്വസ്റ്റ്യൻസും ഇവിടെ കാണാം. Okay, the similar questions appeared. There are only two known examples of cave paintings of the Gupta period in ancient India. One of those paintings is Ajanta caves. Where is the other surviving Gupta period of caves exist? Okay, so ഇതാണ് ചോദ്യം എന്ന് പറയുന്നത്. ബട്ട് ലൈക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള കേവ്സിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ലൈക്ക് ബാഗ കേവ്സ് ഉണ്ട്, എല്ലോറ കേവ്സ് വരുന്നുണ്ട്, ലോമസ് ഋഷി കേവ്സ് വരുന്നുണ്ട്, നാസിക് കേവ്സ് വരുന്നുണ്ട്. ഓക്കെ, സോ ഇതിൽ നിങ്ങൾക്ക് എക്സാമ്പിൾസ് കൊടുക്കാം. അപ്പൊ ലൈക്ക് ലോമസ് ഋഷി കേവ്സ് എന്നൊക്കെ പറയുമ്പോൾ അത് മൗര്യ ടൈംസിലേക്ക് വരുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ആൻസേഴ്സ് നോക്കിയിട്ട് എന്ത് ചെയ്യാം, യു ക്യാൻ മാർക്ക് ദി ആൻസർ. സോ അക്കോർഡിംഗ്ലി ഇനിയിപ്പോ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഫർദർ ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഓക്കെ, സോ ഈ രൂപത്തിൽ ആ ഒരു ചോദ്യം നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ, ആ ഒരു ചോദ്യം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇവിടുന്ന് കിട്ടും. ആൻഡ് യു ക്യാൻ ഗെറ്റ് ദി ആൻസർ ആൾസോ. ഇനി അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്പ്ലനേഷൻ കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗെറ്റ് ഇറ്റ് ഫ്രം ഹിയർ. ഓക്കെ, ദെൻ അഗെയിൻ ഡ്യൂറിംഗ് ദ പീരിയഡ് ഓഫ്, ഇത് നമ്മൾ തൊട്ട് മുമ്പ് നിങ്ങളിപ്പോൾ പഠിച്ചതാണ് ലൈക്ക് ഗുപ്ത. സോ ഇങ്ങനെ നിങ്ങൾക്ക് കറക്റ്റ് ആൻസേഴ്സ്, അതുപോലെ ലൈക്ക് വാട്ട് ഈസ് യുവർ, നിങ്ങളുടെ ആ ഒരു നോളജ്, ആ ഒരു ലെവൽ ഓഫ് പ്രിപ്പറേഷൻ നിങ്ങൾക്ക് ഇവിടെ ടെസ്റ്റ് ചെയ്യാം. അതുകൊണ്ട് ഈ സൈറ്റ് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക, എക്സാം റോബോട്ട്. ഇവിടെ നിങ്ങൾക്ക് ജസ്റ്റ് ക്വസ്റ്റ്യൻസ് മാത്രം പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി മാത്രമേ പറ്റുള്ളൂ. ഓക്കെ, നൗ കമ്മിങ് ബാക്ക് ടു ദ പോയിന്റ്. സോ അജന്ത ഇസ് ലൈക്ക് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇവിടെ ലൈക്ക് ഓൾമോസ്റ്റ് 27ഓളം, ഇഫ് ഐ എം കറക്റ്റ്, ലൈക്ക് 27ഓളം ഡിഫറെന്റ് ഗുഹകൾ വരുന്നുണ്ട്. ആ ഓരോ ഗുഹയിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് നിങ്ങളൊന്ന് പഠിച്ചു വെക്കണം. അതുപോലെ തന്നെ അതിന്റെ ഒരു അനാലിറ്റിക്കൽ പെർസ്പെക്റ്റീവ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, സോ അനാലിറ്റിക്കൽ പെർസ്പെക്റ്റീവ് ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ഡെവലപ്പ്. ഓക്കെ, അജന്ത കേവ്സിനെ കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ ഇറ്റ് വിൽ ഡെവലപ്പ്. ഇപ്പൊ തൽക്കാലം ഇത്രയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഓർത്ത് വെക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ, അവിടെ ഏറ്റവും കൂടുതലുള്ളത് ബുദ്ധിസ്റ്റ് മൊണാസ്ട്രീസ് ആണ്. ഓക്കെ, ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആൻഡ് ദ പ്രൊമിനന്റ് എന്ന് പറയുന്നത് ബുദ്ധിസ്റ്റ് മൊണാസ്ട്രീസ് ആണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം അവിടെ മറ്റ് കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഓക്കെ, അതായത് മറ്റു റിലീജിയൻസിന്റെ, അതായത് ആസ് സച്ച് ഹിന്ദുയിസത്തിന്റെയും ജൈനിസത്തിന്റെയും ഒക്കെ കാര്യങ്ങളും കൂടെ അവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഓക്കെ, then we are going into or moving on to books. അതിൽ ഏറ്റവും കൂടുതൽ ബുക്സ് അല്ലെങ്കിൽ ലിറ്റററി സോഴ്സസിലെ ഏറ്റവും കൂടുതൽ ചോദ്യം വരുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ചോള ഡൈനസ്റ്റി ആണ്. സോ ചോള ഡൈനസ്റ്റിയുടെ കാലഘട്ടത്തിലാണ് സംഘം ഏജ് അല്ലെങ്കിൽ സംഘം ലിറ്ററേച്ചർ നടക്കുന്നത്. ഈ സംഘം ലിറ്ററേച്ചറുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ ഒരുപാട് രചനകൾ ഈ കാലഘട്ടത്തിൽ നടന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് കൂടുതൽ ചോദ്യങ്ങളും ചോദിച്ച് കണ്ടിട്ടുള്ളത്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബുക്ക് എന്ന് പറയുന്നത് സിലപ്പതികരം ആണ്. ഓക്കെ, സിലപ്പതികരം ബൈ ഇളങ്കോവടികൾ. അപ്പം അതിൽ ഡിസ്കസ് ചെയ്യുന്നത്, ഓക്കെ, ഇതാ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഇളങ്കോ എന്ന് പറഞ്ഞിട്ടുണ്ട്. കമ്പോസ്ഡ് ബൈ ദി ഇളങ്കോവടികൾ എന്നാണ് കംപ്ലീറ്റ് പേര് എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് ലൈക്ക് ഇളങ്കോ. അറൌണ്ട് 1800 ഇയേഴ്സ് ബാക്ക് ഇറ്റ് ഇസ് കമ്പോസ്ഡ് ആൻഡ് ഇറ്റ് ടെൽസ് ദി സ്റ്റോറി ഓഫ് ദി കോവലൻ ആൻഡ് കണ്ണകി. കോവലന്റെയും കണ്ണകിയുടെയും സ്റ്റോറിയാണ് പറയുന്നത്. അങ്ങനെ ലൈക്ക് ഇവിടെയും നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, കണ്ണകി ആൻഡ് പുഹർ. പുഹർ വാസ് ദ പോർ. ഓക്കെ, പോം പുഹർ ഞാൻ നിങ്ങൾക്ക് മുമ്പ് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ഫൈനലി കണ്ണകിയുടെ ഒരു റേജ് കാരണം മധുരൈ തന്നെ കത്തുന്നുണ്ട്. ഓക്കെ, സോ അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഹാപ്പനിങ് ഇൻ ദി പാണ്ഡ്യ കിങ്സ് കോർട്ട്. ഇത്രയും കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ആൻഡ് ഈ പറയുന്ന സിലപ്പതികാരത്തിൽ നിന്നുള്ള ചെറിയൊരു ഇൻഫർമേഷൻ ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, സോ എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള ചോദ്യം വേണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓക്കെ, അല്ലെങ്കിൽ ഇത്തരത്തില് ഒരു ബുക്ക് എടുത്തു കഴിഞ്ഞാൽ അതിൽ പറയുന്ന ഇൻഫർമേഷൻസ് എന്തുകൊണ്ട് പഠിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചില സമയത്ത് UPSC ചോദിച്ചിട്ടുള്ളത് ഇതിലുള്ള ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് തരും, എന്നിട്ട് അത് ഏത് ബുക്കാണ് എന്നുള്ള രൂപത്തിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്. അതിന് ഏറ്റവും നല്ല എക്സാമ്പിൾ ആണ് മുദ്ര രാക്ഷസ. ഓക്കെ, മുദ്ര രാക്ഷസ എന്ന് പറയുന്ന ഈ ഗ്രന്ഥത്തില് തന്നിരിക്കുന്ന ഇൻഫർമേഷൻസ് എന്താണോ അത് തന്നിട്ട് ഇത് ഏത് ബുക്കിലാണ് എന്നുള്ള രൂപത്തിലേക്കാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഓരോ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യണം, യു ഹാവ് ടു നോ ആൻഡ് പ്രാക്ടീസ്. ദ ആൻഷ്യന്റ് ഇവിടെ എന്താണെന്നുള്ള രൂപത്തിലേക്കാണ് ചോദിച്ചിരിക്കുന്നത്. ദർ വാസ് വൺ ക്വസ്റ്റ്യൻ. ഓക്കെ, മുദ്ര രാക്ഷസ എന്നുള്ള ഇൻഫർമേഷൻസ് തന്നിട്ട് അത് എന്താണ് എന്നുള്ള രൂപത്തിലേക്ക് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ലൈക്ക് രുക്മാംഗത വിജയം, അതിനെക്കുറിച്ച് എന്ത് ചെയ്തിട്ടുണ്ട്, UPSC മുമ്പ് ചോദ്യം ചോദിച്ചിട്ടുണ്ട്.
അപ്പം ഇത്തരത്തിലുള്ള ഒരുപാട് ചോദ്യങ്ങൾ പല രൂപത്തിൽ തിരിച്ചും മറിച്ചും വന്നിട്ടുണ്ട്. ഈ ചോദ്യം എന്ന് പറയുന്നത് ഡയറക്റ്റ് ആണ്. മുദ്ര രാക്ഷസയിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള രൂപത്തിലേക്കാണ് ചോദ്യം വന്നിട്ടുള്ളത്. സോ അവിടെ ബേസിക് ആയിട്ട് പറയുന്നത് ദ അസെന്റ് ഓഫ് ദ കിങ് ചന്ദ്രഗുപ്ത മൗര്യ ടു ദ പവർ. കാരണം മുദ്ര രാക്ഷസ ഇസ് റിട്ടൺ ബൈ ദി കാളിദാസ. അപ്പോൾ ഡെഫിനറ്റ്ലി ഇറ്റ് ഷുഡ് ബി ഡ്യൂറിംഗ് ദി പീരീഡ് ഓഫ് ദി മൗര്യ ഡൈനസ്റ്റി. ഓക്കെ, ആൻഡ് ഹി എക്സിസ്റ്റഡ് ഇൻ ദ കോർട്ട് ഓഫ് ചന്ദ്രഗുപ്ത സെക്കൻഡ്. ഓക്കെ, സോ ഇതാണ് ഇവിടെ വരുന്നത്. അതുകൊണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എവിടെയാണെന്നുള്ളത് അറിഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, മുദ്ര രാക്ഷസ കാളിദാസയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ കാളിദാസ ഇസ് ഇൻ ദ കോർട്ട് ഓഫ് ദി ചന്ദ്രഗുപ്ത സെക്കൻഡ്, സോ ഇറ്റ് ഷുഡ് ബി ഫ്രം ദ ചന്ദ്രഗുപ്ത മൗര്യ. സോ അങ്ങനെ ബേസിക് ഇൻഫർമേഷൻ വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, നൗ ദ നെക്സ്റ്റ് ഇസ് മണിമേഖലൈ. മണിമേഖലൈ, ഓക്കെ, ദിസ് ഇസ് റിട്ടൺ ബൈ ദി സാത്തനാർ. ഓക്കെ, അതും കൂടെ ഒന്ന് ഓർത്ത് വെക്കുക. ഇറ്റ് ഇസ് റിട്ടൺ ബൈ ദി സാത്തനാർ. 1400 വർഷങ്ങൾക്ക് മുമ്പാണ്. ദെൻ ഇതില് നമ്മൾ നേരത്തെ കണ്ട കണ്ണകിയുടെയും കോവലന്റെയും അവരുടെ മകളെ കുറിച്ചിട്ടുള്ള സ്റ്റോറിയാണിത്. ദെൻ അതുപോലെ തന്നെ ഇവിടെ ഓർത്തു വെക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന മണിമേഖലൈ, അതുപോലെ തന്നെ ഇവിടെ വരുന്ന സിലപ്പതികാരം, ഇത് രണ്ടിലും ബുദ്ധിസത്തിന്റെയും ജൈനിസത്തിന്റെയും ഇൻഫ്ലുവൻസ് ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, സോ ഇറ്റ് ഷോസ് ദ സ്പ്രെഡ് ഓഫ് ദി ബുദ്ധിസം ആൻഡ് ജൈനിസം ഇൻ ടു സൗത്ത് ഇന്ത്യ. അതും കൂടെ അവിടെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഇതിനടുത്തതാണ് മേഘദൂത. മേഘദൂതം എന്ന് പറയുന്നത് കാളിദാസന്റെ വൺ ഓഫ് ദ ബെസ്റ്റ് പോയമാണ്. സോ അതിന്റെ ജസ്റ്റ് ഒരു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇഫ് യു വാണ്ട് യു ക്യാൻ റീഡ് ഇറ്റ്. ഓക്കെ, ദെൻ ദ നെക്സ്റ്റ് ഇസ് ലൈക്ക് ദ ഓൾഡ് സ്റ്റോറീസ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് പുരാണാസ് ആണ്. നമുക്ക് മേജർ ആയിട്ട് വരുന്ന 2 എപ്പിക്സ് ആണുള്ളത്. വൺ ഇസ് രാമായണ ആൻഡ് ദ അതർ ഇസ് മഹാഭാരത. ഓക്കെ, സോ ഇതല്ലാതെ ഡിഫറെന്റ് ആയിട്ടുള്ള പുരാണാസ് വേറെയും വരുന്നുണ്ട്. ഓക്കെ, ബട്ട് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന 2 എപ്പിക്സ് എന്ന് പറയുന്നത് ഒന്ന് രാമായണ ആൻഡ് ദ അതർ ഇസ് മഹാഭാരത. ഓക്കെ, സോ ക്രോണോളജിക്കലി നമ്മൾ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് വരേണ്ടത് രാമായണമാണ്. കാരണം അതിലാണ് രാമൻ വരുന്നത്. രാമൻ കഴിഞ്ഞതിന് ശേഷമാണ് കൃഷ്ണൻ വരുന്നത്. സോ ഇറ്റ്സ് മഹാഭാരത. ഓക്കെ, അതായത് വിഷ്ണുവിന്റെ 10 അവതാരങ്ങൾ മെൻഷൻ ചെയ്യുന്ന സമയത്ത് 8ാമത്തെ അവതാരമായിട്ട് ഐ തിങ്ക് 7 or 8 ഇറ്റ് ഇസ് ലൈക്ക് 7 ഐ തിങ്ക്, സോറി 8ാമത്തത് തന്നെ. ദെൻ 8, 9 കൃഷ്ണനും ബലരാമനും. ഓക്കെ, സോ കൃഷ്ണൻ, ഇപ്പൊ രാമന് ശേഷമാണ് പിന്നീട് കൃഷ്ണൻ വരുന്നത്. ആൻഡ് ദ ഫൈനൽ ഇസ് കൽക്കി. ഇപ്പൊ നമ്മൾ കാണുന്ന കൽക്കി മൂവീസ് റിഗാർഡിംഗ് ദിസ് ഇൻകർണേഷൻ ഓഫ് ദ വിഷ്ണു. വിഷ്ണുവിന്റെ 10ാമത്തെ അവതാരമായ കൽക്കിയെ കുറിച്ചിട്ടാണ്. ഓക്കെ, സോ ഇത്രയാണ് ഒരു ബേസിക് ഇൻഫർമേഷൻ നിങ്ങൾ ഓർത്തു വെക്കേണ്ടത്. സോ പുരാണത്തിൽ പറയുന്ന ആ ഒരു ക്രോണോളജി നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് രാമായണം, പിന്നീട് വരുന്നതാണ് മഹാഭാരതം. ഓക്കെ, ദെൻ അതല്ലാതെ മത്സ്യപുരാണം, അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള പുരാണാസ് വേറെയും വരുന്നുണ്ട്. ഓക്കെ, സോ മത്സ്യപുരാണം എന്ന് പറയുന്നതിൽ വിഷ്ണുവിന്റെ തന്നെ ഒരു അവതാരമായിട്ടുള്ള മത്സ്യത്തിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ ഈ ഒരു മത്സ്യ അവതാരത്തിന്റെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അതിൽ കവർ ചെയ്യുന്നുണ്ട്. ഇങ്ങനെയാണ് എൻ്റെ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ്. സോ അനഘ, ഇസ് ദാറ്റ് കറക്റ്റ്? ഞാൻ പറഞ്ഞത് കറക്റ്റ് ആണോ? എൻ്റെ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിംഗ് എന്നാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് പുരാണങ്ങളെ കുറിച്ച് വലിയ അറിവൊന്നുമില്ല. ഓക്കെ, ദാറ്റ്സ് ഫൈൻ. ഓക്കെ, സോ ഇത്തരത്തില് മത്സ്യപുരാണയില് മഹാവിഷ്ണുവിന്റെ ഒരു അവതാരമായിട്ടുള്ള മത്സ്യം, ലൈക്ക് ഒരുപാട് അവതാരങ്ങൾ വരുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വരുന്നതാണ് മത്സ്യം, കൂർമ്മം, വരാഹം, അങ്ങനെ വരുന്നുണ്ട്. സോ അതില് മത്സ്യമായിട്ട് അവതരിച്ച ആ കാലഘട്ടത്തിലുള്ള അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. അങ്ങനെ ആ ഒരു അവതാരപ്പിറവികളിൽ പിന്നീട് വരുന്ന രാമനായിട്ട് വരുന്നതാണ് രാമായണത്തിൽ പറയുന്നത്. മഹാഭാരതത്തില് ബലരാമൻ, അതുപോലെ തന്നെ കൃഷ്ണൻ, ഇവരുടെ കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. നമ്മൾ പുരാണത്തിലേക്ക് വരുന്ന സമയത്ത് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ആൻഡ് ഇറ്റ് കണ്ടെയ്ൻസ് ദ സ്റ്റോറീസ് ഓഫ് ദ വിഷ്ണു, ശിവ, ദുർഗ, പാർവതി. ഓക്കെ, ഇവരുടെ ഒക്കെ ബേസിൽ ആയിട്ട് ഡിഫറെന്റ് ആയിട്ട് ഒരുപാട് പുരാണാസ് വരുന്നുണ്ട്. ഓക്കെ, ആൻഡ് മോസ്റ്റ് ഓഫ് ദ ടൈം ദ പുരാണാസ് ആർ റിട്ടൺ ഇൻ ദ സംസ്കൃത്. ഓക്കെ, ദിസ് റിട്ടൺ ഇൻ ദ സിമ്പിൾ സംസ്കൃത് ഇറ്റ് സെൽഫ്. പിന്നീട് നമ്മുടെ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ലിറ്റററി വർക്ക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഓൾ ടുക്ക് സ്റ്റോറീസ് ഫ്രം പുരാണം. പുരാണത്തിൽ നിന്ന് കഥകൾ എടുത്തുകൊണ്ട് അല്ലെങ്കിൽ അതിനെ ഉപജീവിച്ചുകൊണ്ടാണ് ഇന്ത്യയിലെ മറ്റു ഭാഷകളിലൊക്കെ രചനകൾ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ മലയാളത്തിലേക്ക് വരുന്ന സമയത്ത് ഒരുപാട് രചനകൾ വരുന്നുണ്ട്. ലൈക്ക് രാമായണത്തിനെ അടിസ്ഥാനമാക്കിയിട്ട് തമിഴ്നാട്ടിലാണ് എന്നുണ്ടെങ്കിൽ കമ്പരാമായണം വരുന്നുണ്ട്. നമ്മൾ മലയാളത്തിലേക്ക് വരുന്ന സമയത്ത് കണ്ണശ രാമായണം വരുന്നുണ്ട്, രാമചരിതം വരുന്നുണ്ട്, അധ്യാത്മ രാമായണം വരുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ഏതൊരു രചനകളും
ആ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ആൻഷ്യൻ ടൈംസിൽ പുരാണങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടായിരുന്നു, അത് ഏത് ഭാഷയിലായിരുന്നാലും. ഓക്കെ, ദെൻ അടുത്തത് രണ്ട് മഹാകാവ്യങ്ങളെ കുറിച്ച് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. വൺ ഇസ് ലൈക്ക് രാമായണ ആൻഡ് അതർ ഇസ് മഹാഭാരത. ദെൻ മഹാഭാരതയിലുള്ള മേജർ പ്ലോട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് റിഗാർഡിങ് കൗരവാസ് ആൻഡ് പാണ്ഡാസ്. ഇവരുടെ അധികാരത്തിലേക്ക് ആര് വരണം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു തർക്കം, അതിന്റെ ബേസിക് ആയിട്ടുള്ള ആ ഒരു ഡെവലപ്മെന്റ് ആണ് മഹാഭാരത എന്ന സ്റ്റോറിയിലേക്ക് പറയുന്നത്. ഓക്കെ, സോ ലൈക്ക് പലപ്പോഴും പറയാറുള്ളത് ദ ഗ്രേറ്റസ്റ്റ് സ്റ്റോറി എവർ ടോൾഡ് എന്നാണ് മഹാഭാരതത്തിനെ കുറിച്ച് പറയാറുള്ളത്. അതുപോലെ തന്നെ പറയുന്ന മറ്റൊരു കാര്യമാണ് മഹാഭാരതത്തിൽ ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല എന്ന്. അപ്പം ഇപ്പൊ സിമ്പിൾ ആയിട്ട് ഒരു സ്റ്റോറി എന്നതിന് പുറമെ ഡിഫറെന്റ് ഇമോഷൻസിനെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു കഥയാണ് മഹാഭാരതം എന്ന് പറയുന്നത്. ഓക്കെ, ലവ്, ട്രാജഡി, ഇമോഷൻ, റേജ്, ഇങ്ങനെ ലൈക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ഇമോഷൻസിനെ മഹാഭാരത ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ ലൈക്ക് പരസ്പരം ഓരോ നിങ്ങൾക്ക് നമ്മൾ മോഡേൺ ടൈംസിൽ പറയാറുണ്ട് ക്യാരക്ടർ ആർക്ക്. ഒരു സിനിമയൊക്കെ നമ്മൾ കാണുന്ന സമയത്ത് പറയാറുണ്ട് ക്യാരക്ടർ ആർക്ക്, ഓരോ ക്യാരക്ടറിനും എത്രത്തോളം ഡെപ്ത് ഉണ്ടെന്ന്. അപ്പൊ അത്രത്തോളം ഡെപ്ത് കൊടുത്തിട്ട് ഓരോ ക്യാരക്ടറിന്റെയും ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് സോ അമേസിങ് വെൻ ഇറ്റ് കംസ് ടു മഹാഭാരത. ഓക്കെ, സോ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില ക്യാരക്ടേഴ്സ് ആണ്. ഒന്ന് ലൈക്ക് കർണ, വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ്. അപ്പൊ ഈ കർണനെ നിങ്ങൾക്ക് ഇപ്പൊ കൽക്കി മൂവിയിലേക്ക് വരുന്ന സമയത്ത് പ്രഭാസ് ഇസ് ദ കർണൻ. Okay, so you can see it as it is. Then like Arjuna is there, Yudhishthira is there, and one of the most important like antagonist or like characters Duryodhana. Duryodhanaന്റെ ക്യാരക്ടർ ആർക്ക് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ലൈക്ക് സോ ഗുഡ്. അതുപോലെ തന്നെ വരുന്നതാണ് ഭീഷ്മ പിതാമഹർ. ഓക്കെ, ഭീഷ്മ പിതാമഹർ, സോ അദ്ദേഹത്തിന്റെ ക്യാരക്ടർ ആർക്കും സോ ഗുഡ്. അപ്പൊ അങ്ങനെ ഓരോ ആളുകളുടെയും ഇമോഷൻസിനെയും അവരുടെ വളർച്ചയും ഡെവലപ്മെന്റിനും ഒക്കെ പരസ്പരം കണക്ട് ചെയ്തുകൊണ്ട് പറയുന്ന ഒരു സ്റ്റോറിയാണ് മഹാഭാരതം എന്ന് പറയുന്നത്. That's why it is still known as one of the greatest story ever told. അതായത് ഒരു പുരാണ എന്നുള്ള പെർസ്പെക്റ്റീവിൽ നിന്ന് മാറ്റിയിട്ട് ഒരു സ്റ്റോറി എന്നുള്ള പെർസ്പെക്റ്റീവിൽ നിങ്ങൾ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ പോലും ഇറ്റ് വിൽ അമേസ് യു. ഓക്കെ, സോ ദാറ്റ്സ് റിഗാർഡിങ് ദി മഹാഭാരത. ജസ്റ്റ് ആ കാര്യങ്ങളൊന്ന് ഓർത്ത് വെക്കുക. ഇഫ് പോസിബിൾ നിങ്ങൾക്ക് ഇതൊന്ന് മഹാഭാരത റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് വെൻ ഇറ്റ് കംസ് ടു യുവർ UPSC എക്സാമിനേഷൻ. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മഹാഭാരതത്തിലുള്ള ഓരോ ക്യാരക്ടറിനെയും നിങ്ങൾക്ക് കേസ് സ്റ്റഡി ആയിട്ട് പ്രസന്റ് ചെയ്യാം. സോ കർണ ഇസ് ലൈക്ക് വെരി മച്ച് നോൺ ഫോർ ഹിസ് ലീനിയൻസി, അദ്ദേഹത്തിന്റെ ദാനധർമ്മം, അതിനു വേണ്ടിയിട്ടാണ് കർണൻ അറിയപ്പെടുന്നത്. ദെൻ ഭീഷ്മ പിതാമഹ ഈസ് നോൺ ഫോർ ഹിസ് വേർഡ്സ്, അദ്ദേഹത്തിന്റെ പ്രതിജ്ഞ, അദ്ദേഹത്തിന്റെ വേർഡ്സ് പറയുന്നത് എന്താണോ അത് ഭീഷ്മ പിതാമഹർ ചെയ്തിരിക്കും. ഓക്കെ, ആ ഒരു വാക്ക് അദ്ദേഹം അതുപോലെ പാലിച്ചിരിക്കും. അപ്പൊ ഇദ്ദേഹത്തിന്റെ വാക്ക് പാലിക്കുന്നതിലുള്ള ആ ഒരു സ്ട്രെങ്ത് അല്ലെങ്കിൽ അത്രത്തോളം അഡമന്റ് ആണ് അദ്ദേഹം എന്നുള്ളത് കൊണ്ട് കൃഷ്ണൻ പോലും പലതവണ വാക്ക് തെറ്റിച്ചിട്ടുണ്ട്. അതായത് ഭീഷ്മ പിതാമഹര് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു വാക്ക് കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഭീഷ്മ പിതാമഹര് എത്രത്തോളം സ്ട്രോങ് ആയിട്ട് തന്റെ വാക്ക് ആ ഒരു വാക്ക് നിലനിർത്തുന്നതിന്, സത്യം പാലിക്കുന്നതിന് വേണ്ടിയിട്ട് എത്ര സ്ട്രോങ് ആയിട്ട് നിൽക്കും എന്നത് കൃഷ്ണൻ അറിയാം. അതുകൊണ്ട് കൃഷ്ണൻ തന്റെ വാക്ക് ലംഘിക്കുന്നുണ്ട്. അതായത് മഹാഭാരത യുദ്ധത്തിൽ ഒരിക്കലും ആയുധം എടുക്കില്ല എന്ന് കൃഷ്ണൻ പറയുന്നുണ്ട്. പക്ഷേ ഈ മഹാഭാരത യുദ്ധത്തിന്റെ 3-ാമത്തെ ദിവസവും 9-ാമത്തെ ദിവസവും കൃഷ്ണനെ കൊണ്ട് ഭീഷ്മ പിതാമഹര് ആയുധം എടുപ്പിക്കുന്നുണ്ട്. കാരണം ഇദ്ദേഹം ചെയ്തിട്ടുള്ള ഒരു പ്രതിജ്ഞയാണ് കൃഷ്ണനെ കൊണ്ട് ഞാൻ ആയുധം എടുപ്പിക്കുമെന്നുള്ളത്. അപ്പം അവസാനം കൃഷ്ണന് തന്റെ വാക്ക് ലംഘിച്ചിട്ട് ആയുധം എടുക്കേണ്ടി വന്നു. കാരണം ഭീഷ്മ പിതാമഹരുടെ വാക്ക് അദ്ദേഹത്തിന്റെ വാക്ക് ഒരിക്കലും തെറ്റില്ല എന്നതുകൊണ്ട്. സോ ഈസ് നോൺ ഫോർ ഹിസ് വേർഡ്സ്. അപ്പൊ ഒരാൾ തന്റെ വാക്കിന് വില കൊടുക്കണം എന്നുള്ളതിന് അവിടെ നിങ്ങൾക്ക് കേസ് സ്റ്റഡി ആയിട്ട് യു ക്യാൻ ഗിവ് ദി എക്സാമ്പിൾസ് ഓഫ് ദി ഭീഷ്മ പിതാമഹ. ദെൻ ലൈക്ക് ദുര്യോധന, സോ ഹീസ് ലൈക്ക് ഗ്രീഡി. ഓക്കെ, നമുക്ക് ഒരു ഭാഗത്ത് അദ്ദേഹത്തിനെ ഗ്രീഡി എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റും. ഓൺ ദി അതർ ഹാൻഡ് ഹി വാസ് എ ബെനവലന്റ് കിങ് ആൾസോ. ഓക്കെ, സോ നിങ്ങൾക്ക് ഏതാണോ കേസ് സ്റ്റഡി വേണ്ടത് അക്കോർഡിംഗ്ലി യു ക്യാൻ ടേക്ക് എനി ഓഫ് ദി ക്യാരക്ടേഴ്സ്. സോ ഇവിടെ ഫസ്റ്റ് വരുന്ന സമയത്ത് ഇറ്റ് വാസ് ലൈക്ക് ദുര്യോധന ഇസ് എ ഗ്രീഡി. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, മഹാഭാരത യുദ്ധം തന്നെ ഉണ്ടാവുന്നത്. ആൻഡ് ഫൈനലി ഹി ലോസ്റ്റ് എവ്രിതിങ്. ദെൻ അടുത്തത് നിങ്ങൾക്ക് കേസ് സ്റ്റഡി ആയിട്ട് എടുക്കാൻ പറ്റും ഇസ് ലൈക്ക് വാർ. വാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻ ഐ ഫോർ ആൻ ഐ. ഓക്കെ, ആൻ ഐ ഫോർ ആൻ ഐ. ഒരാൾ എന്നെ ആക്രമിച്ചു, തിരിച്ച് ഞാനും ആക്രമിക്കുന്നു. അപ്പൊ ആ രീതിയിൽ ആൻ ഐ ഫോർ ഐ എന്ന് പറയുന്ന ജസ്റ്റിസ്, സോ അതൊരു പ്രോപ്പർ ആയിട്ടുള്ള ജസ്റ്റിസ് സിസ്റ്റം അല്ല. ആൻഡ് ഇറ്റ് ഫൈനലി ലീഡ്സ് ടു ബ്ലൈൻഡ്നെസ്. ദ ഹോൾ വേൾഡ് വിൽ ബിക്കം ബ്ലൈൻഡ്. ഇങ്ങനെ ഒരു കോട്ട് ഉണ്ട്. ഓക്കെ, ആൻ ഐ ഫോർ ആൻ ഐ മേക്സ് ദ ഹോൾ വേൾഡ് ബ്ലൈൻഡ്. ഈ ഒരു കോട്ടിന് ഏറ്റവും നല്ല എക്സാമ്പിൾ എന്ന് പറയുന്നത് മഹാഭാരതം തന്നെയാണ്. സോ ദിസ് ഗ്രീഡിനെസ്. ആൻഡ് ഫൈനലി ലൈക്ക് രണ്ട് ടീമും ദേ വർ നോട്ട് റെഡി ടു ലൈക്ക് ലൂസ്. ആൻഡ് ഫൈനലി ദേ ഫോട്ട് ഈച്ച് അതർ ആൻഡ് ഫൈനലി എവ്രി വൺ ലോസ്റ്റ് എവ്രിതിങ്.
അപ്പൊ ഇത്തരത്തില് ഡിഫറെന്റ് ആയിട്ടുള്ള കേസ് സ്റ്റഡീസ് നിങ്ങൾക്ക് മഹാഭാരതയിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ആൻഡ് ദർ ഇസ് ലൈക്ക് ഡിഫറെന്റ് വേർഡ്സ് യു ഹാവ് ടു യൂസ് ലൈക്ക് സ്ഥിതപ്രജ്ഞ. സ്ഥിതപ്രജ്ഞ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇക്വാനിമിറ്റി എന്നൊക്കെ പറയും. അതായത് എന്ത് സന്ദർഭം വന്നു കഴിഞ്ഞാലും നമ്മളെ മനസ്ഥൈര്യത്തോട് കൂടിയിട്ട് നമ്മുടെ മനസ്സ് പതറാതെ നിലനിൽക്കുന്നതിനെയാണ് നമ്മൾ സ്ഥിതപ്രജ്ഞ എന്ന് പറയുന്നത്. സോ ആസ് എ സിവിൽ സർവന്റ് യു ഷുഡ് ഹാവ് സ്ഥിതപ്രജ്ഞ. അപ്പൊ ആ വേർഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ആൻഡ് ദ എക്സാമ്പിൾ ഫോർ സ്ഥിതപ്രജ്ഞ വാസ് കൃഷ്ണ ഇറ്റ് സെൽഫ്. ഓക്കെ, സോ പാണ്ഡവന്മാർ പല സമയത്തും പരാജയപ്പെട്ട് പോയിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്ന സമയത്ത് കൃഷ്ണന്റെ അടുത്താണ് ചെല്ലുന്നത്. ഏത് സിറ്റുവേഷനിൽ ചെന്ന് കഴിഞ്ഞാലും കൃഷ്ണ ഹാവ് എ സൊല്യൂഷൻ ബിക്കോസ് he have this സ്ഥിതപ്രജ്ഞ. So he can think rationally and he can give the solution. So a civil servant also should be like this. In every situation he should be calm so that he can think rationally and logically and find a solution. Okay. അപ്പൊ ഈ സാധനമായിരിക്കും നിങ്ങളുടെ എത്തിക്സിന്റെ കേസ് സ്റ്റഡിയിൽ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് മഹാഭാരത എന്ന് പറയുന്നത്. സോ അറ്റ്ലീസ്റ്റ് ആസ് എ സ്റ്റോറി യു ഹാവ് ടു റീഡ് ഇറ്റ്. You have to go through each of the character and take the examples from it. Okay, this is advice and it will help you a lot when it comes to the essay and ethics. Then അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്, ലൈക്ക് ഹസ്തിനപുര, ജസ്റ്റ് യു ക്യാൻ റീഡ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ദെൻ മഹാഭാരതത്തിലെ ഇൻ ബിറ്റ്വീൻ വരുന്ന ഒരു കാര്യമാണ് ഭഗവത്ഗീത. യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് തേർത്തട്ടിൽ തളർന്നിരിക്കുന്ന അർജുനനെ കർമ്മനിരതനാക്കുന്നതിന് വേണ്ടിയിട്ട് കൃഷ്ണൻ അദ്ദേഹത്തിന് കൊടുക്കുന്ന ഒരു കർത്തവ്യോപദേശം എന്ന് നമുക്ക് പറയാം. തന്റെ കർത്തവ്യം നിറവേറ്റണം എന്നുള്ള രൂപത്തിലേക്ക് ചൊല്ലിക്കൊടുക്കുന്നതാണ് ഭഗവത്ഗീത എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ഭഗവത്ഗീത എന്ന് പറയുന്നതും ബേസിക്കലി ഇറ്റ് ഈസ് എ ടീച്ചിങ്സ്. ഇപ്പൊ നിങ്ങൾ എത്തിക്സിലേക്ക് വരുന്ന സമയത്ത് അവിടെ രണ്ട് ടൈപ്പ് ഓഫ് കേസ് സ്റ്റഡീസ് അല്ലെങ്കിൽ രണ്ട് ടൈപ്പ് ഓഫ് എത്തിക്സ് നിങ്ങൾ പഠിക്കും. ടീലിയോളജിക്കൽ എത്തിക്സ് ആൻഡ് ഡിയന്റോളജിക്കൽ എത്തിക്സ്. ഈ ഡിയന്റോളജിക്കൽ എത്തിക്സ് മീൻസ് ഡ്യൂട്ടി ബേസ്ഡ് എത്തിക്സ് ആണ്. അതായത് അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ഒന്നും നിങ്ങൾ നോക്കേണ്ടതില്ല. അത് നിങ്ങളുടെ ഡ്യൂട്ടി ആണെങ്കിൽ യു ഹാവ് ടു പെർഫോം ഇറ്റ്. ഓക്കെ, സോ നിങ്ങൾ കൊല്ലുന്നതിന് അഗെയിൻസ്റ്റ് ആണ്. ബട്ട് നിങ്ങൾക്ക് ഒരാളെ ഷൂട്ട് അറ്റ് സൈറ്റ് ഓർഡർ നിങ്ങളുടെ കയ്യിലുണ്ട്. യു ആർ ആൻ IPS ഓഫീസർ, നിങ്ങളുടെ കയ്യിൽ ഷൂട്ട് അറ്റ് സൈറ്റ് ഓർഡർ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അയാളെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ യു ഹാവ് ടു പെർഫോം ദ ഡ്യൂട്ടി. യു ഹാവ് ടു കിൽ ദാറ്റ് പേഴ്സൺ. ആസ് ആൻ ആർമി ഓഫീസർ യു ഹാവ് ടു കിൽ ദ ലൈക്ക് എനിമീസ്. ബട്ട് ആസ് എ ഡോക്ടർ യു ഹാവ് ടു സേവ് ദ ലൈഫ് ഈവൻ ഇഫ് ഹി ഈസ് ആൻ എനിമി. ഓക്കെ, ഒരു പട്ടാളക്കാരനെ എനിമിയെ കൊല്ലാൻ പറ്റും, ബട്ട് ഒരു ഡോക്ടർ എനിമിയെ സേവ് ചെയ്യണം. സോ വൈ ദിസ് ടു കൈൻഡ് ഓഫ് ജസ്റ്റിസ് or like two kinds of ethics? Just because of the deontology. Okay, because പട്ടാളക്കാരനെ സംബന്ധിച്ച്, ഇത് സോൾജറിനെ സംബന്ധിച്ചിട്ട് it is the duty to kill the enemy. For a doctor it is the duty to save the life. അപ്പൊ ഇത്തരത്തിലെ ഒരുപാട് കാര്യം വരുന്നുണ്ട്. ആ ഡ്യൂട്ടിയെ കുറിച്ചിട്ട് ഇൻഫോം ചെയ്തിട്ട് അർജുനനെ കൊണ്ട് ചെയ്യിക്കുന്നതാണ് ഭഗവത്ഗീത എന്ന് പറയുന്നത്. ഓക്കെ, സോ ദർ ആൾസോ യു ക്യാൻ ഗിവ് ദി എക്സാമ്പിൾസ്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എടുക്കാൻ പറ്റുന്നതാണ്. ദെൻ ആൾസോ ദർ ഇസ് ലൈക്ക് വാൽമീകി. ഈവൻ വാൽമീകിയുടെ സ്റ്റോറി പോലും ഇറ്റ്സ് ആൻ കേസ് സ്റ്റഡി ഓർ എക്സാമ്പിൾ ആണ്. സോ വാൽമീകി എന്ന് പറയുന്നത് ഏർലിയർ അദ്ദേഹം എന്ന് പറയുന്നത് ഹി ലിവ്ഡ് ആസ് എ ലൂട്ട് ബൈ ലൂട്ടിങ് ഡിഫറെന്റ് പീപ്പിൾ. അതിനുശേഷം അദ്ദേഹത്തിന് മനസ്താപം വന്നുകൊണ്ട് അതിലേക്ക് ഡിഫറെന്റ് കാര്യങ്ങൾ ലീഡ് ചെയ്യുന്നുണ്ട്, അതിവിടെ പറയുന്നില്ല. ബട്ട് എനിവേ അദ്ദേഹത്തിന് മനസ്താപം വന്നു ആൻഡ് ഹി ഫൈനലി ബിക്കം എ ഋഷി ഓർ എ സന്യാസി ആൻഡ് ഹി ഈസ് നോൺ ആസ് വാൽമീകി ആൻഡ് ഹി ഹാസ് റിട്ടൺ ദി ലൈക്ക് രാമായണ. ഓക്കെ, സോ അദ്ദേഹത്തിന് ആദ്യ കാലഘട്ടങ്ങളിൽ രാമ എന്ന് പറയാൻ പറ്റില്ലായിരുന്നു ബിക്കോസ് ഹി വാസ് ദാറ്റ് മച്ച് ഈവിൾ ആൻഡ് ദിസ് വേർഡ് രാമ ഇസ് ലൈക്ക് സ്പിരിച്വൽ, ഗോഡ്ലി. അപ്പൊ അതുകൊണ്ട് ഇദ്ദേഹത്തിന് രാമ എന്ന് പറയാൻ പറ്റാത്തത് കൊണ്ട് അദ്ദേഹത്തിനോട് മര എന്ന് പറയാൻ വേണ്ടിയിട്ടായിരുന്നു പറഞ്ഞിരുന്നത്. അങ്ങനെ അദ്ദേഹം മര 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 എന്ന് കുറെ നേരം പറഞ്ഞു. അപ്പൊ റിപ്പീറ്റ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് അത് പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് മര 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 എന്നുള്ളത് പിന്നീട് രാമ 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 എന്നായിട്ട് മാറി. സോ ഇങ്ങനെയൊക്കെയാണ് ഡിഫറെന്റ് ആയിട്ടുള്ള സ്റ്റോറീസ് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്നത്. It is also showcases the transformation, okay, from evil to good, evil to a pure soul. So even though you are like an evil person, you can transform into a pure soul. അപ്പൊ അതിന് എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്ന കേസ് സ്റ്റഡിയാണ് വാൽമീകിയുടേത്. സോ ഇതൊക്കെ ഒരുപാട് കേസ് സ്റ്റഡീസ് ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ രാമായണം, അത് ലൈക്ക് രചിക്കാനുണ്ടായ സാഹചര്യം, ഇതൊക്കെ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഹിന്ദുയിസായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. ദെൻ അടുത്തതാണ് ജാതകാസ്. ജാതകാസ് ആർ ബേസിക്കലി ദ സ്റ്റോറീസ് റിലേറ്റഡ് ടു ദി ഇൻകർണേഷൻ ഓഫ് ദി ബുദ്ധ. ബുദ്ധയുടെ ഇൻകർണേഷനുമായിക്കൊണ്ട് ബന്ധപ്പെട്ടിട്ട് വരുന്ന സ്റ്റോറീസ് ആണ് ജാതകാസ് എന്ന് പറയുന്നത്. ദെൻ ദ നെക്സ്റ്റ് ഇസ് പഞ്ചതന്ത്ര. ഓക്കെ, പഞ്ചതന്ത്ര സ്റ്റോറീസ്. സോ പഞ്ചതന്ത്ര സ്റ്റോറി വിഷ്ണുഗുപ്ത എന്ന് പറയുന്ന ആളാണ് ഇതിന്റെ രചയിതാവായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്.
Vishnu Gupta. Okay, like I think I am correct, Vishnu Gupta. സോ ഇത്രയും കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടൊന്ന് ഓർത്ത് വെക്കുക. ഇനി ഇത് രണ്ടും വൈ ദിസ് ഇസ് ഇമ്പോർട്ടൻറ്റ്, ബിക്കോസ് ദിസ് ടു കണ്ടെയ്ൻസ് മോറൽ സ്റ്റോറീസ്. മോറൽ സ്റ്റോറീസ്. രാമായണം മഹാഭാരതവും അവിടെ എപ്പോഴും സത്യം മാത്രമല്ല ജയിക്കുന്നത്, ചില സമയത്ത് അധർമ്മം ജയിക്കുന്നുണ്ട്. ഓക്കെ, ഇനീഷ്യലി പാണ്ഡവന്മാരെ ചൂത് കളിച്ചിട്ട് കൗരവന്മാർ എന്ത് ചെയ്യുന്നുണ്ട്, തോൽപ്പിക്കുന്നുണ്ട്. പക്ഷെ അൾട്ടിമേറ്റ് ആയിട്ട് സത്യം ജയിക്കുന്നു എന്നുള്ളത് തന്നെ നമുക്ക് പറയാം. ബട്ട് ജാതക ടേൽസിലേക്ക് വരുന്ന സമയത്ത് ഇറ്റ് ഇസ് ടു ടീച്ച് ദ യങ്ങർ ജനറേഷൻ മൊറാലിറ്റി, അല്ലെങ്കിൽ മോറൽ വാല്യൂസ്, എത്തിക്സ് പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്റ്റോറീസ് ആണ് ജാതക ആൻഡ് പഞ്ചതന്ത്ര സ്റ്റോറീസ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ജാതക ആൻഡ് പഞ്ചതന്ത്ര സ്റ്റോറീസ് ഏതെങ്കിലുമൊക്കെ പഠിച്ചു വെക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ യു ക്യാൻ യൂസ് ദം ഇൻ ദി എത്തിക്സ്. ഓക്കെ, ആൻഡ് ആൾസോ വെൻ ഇറ്റ് കംസ് ടു ദി എസ് എ, ഫിലോസഫിക്കൽ എസ്സേലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും ഡിഫറെന്റ് ആയിട്ടുള്ള മോറൽ സ്റ്റോറീസ്. ഓക്കെ, സോ അത് അവിടെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. ഏതെങ്കിലും ജാതക സ്റ്റോറീസ് ഒക്കെ കാണുന്നുണ്ടെങ്കിൽ യു ഹാവ് ടു നോട്ട് ഇറ്റ് ഡൗൺ. ആൻഡ് ആസ് ദിസ് ഇസ് ദി like stories regarding the incarnation of the Buddha, they are depicted on the railings of the stupas and also in the paintings of the Ajanta. Okay, അവിടെ രണ്ട് സ്ഥലത്തും ഇതിന്റെ ഡെപിക്ഷൻസ് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. Then here is the story of the Monkey King. സോ ഈ മങ്കി കിങ് എന്ന് പറയുന്നത് ഡിഫറെന്റ് റിലീജിയനിലെ ഡിഫറെന്റ് പ്രദേശങ്ങളിൽ ഡിഫറെന്റ് കൺസെപ്റ്റുകളിൽ വന്നിട്ടുണ്ടെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് മുമ്പ് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ മങ്കി കിങ് ഇൻ ജപ്പാൻ ഇസ് ദിയർ. ഓക്കെ, അതുപോലെ ലൈക്ക് ഹിന്ദുയിസത്തിലേക്ക് വരുന്ന സമയത്ത് ഈവൻ ദോ ഇറ്റ് ഇസ് നോട്ട് എ മങ്കി കിങ്, ബട്ട് മങ്കികളുടെ കൂട്ടത്തിലെ ഒരു രാജാവ്, അല്ലെങ്കിൽ ലൈക്ക് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എന്ന രൂപത്തിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നതാണ് ആഞ്ജനേയ ഓർ ലൈക്ക് ദി ഹനുമാൻ. ഓക്കെ, ഈവൻ ദോ ലൈക്ക് സുഗ്രീവൻ ആൻഡ് ബാലി were the kings, the most like loyal worship or the remembered revered one was the Hanuman. Okay, so in that perspective he is being considered as the Monkey King. സോ ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള റിലീജിയനിലും അതുപോലെ ഡിഫറെന്റ് പ്രദേശങ്ങളിലും ഒക്കെ ഈ പറയുന്ന മങ്കി കിങ് എന്ന് പറയുന്ന കൺസെപ്റ്റ് നിൽക്കുന്നുണ്ട്. ഈവൻ ബുദ്ധിസത്തിലുണ്ട്. സോ യു ക്യാൻ ജസ്റ്റ് റീഡ് ഇറ്റ്. ഓക്കെ, ഒരു സ്റ്റോറി ഇവിടെ പറയുന്നുണ്ട്. സോ യു ക്യാൻ ജസ്റ്റ് റീഡ് ഇറ്റ്. ആൻഡ് ആസ് യു ക്യാൻ സീ ദർ ആർ ലൈക്ക് ലോട്ട് ഓഫ് monkeys depicted over here. Okay, and this is a person and opposite of him a monkey is sitting. So ഈ ജസ്റ്റ് ഡെപിക്ഷന്റെ തന്നെ ഇത് ഏതാണ് സിറ്റുവേഷൻ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. Okay, this is from the Ramayana. Okay, Sri Rama and Bali is there. So you can just read it. Sorry, it is not Bali, Sugrivan. Okay, Sugrivan. So Sri Raman and Sugrivan. Okay, so ബാലിയെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇരുന്ന് ആലോചിക്കുന്നത്. സോ ദാറ്റ് വാസ് ദ സ്റ്റോറി. അത് ആവശ്യമില്ല, ബട്ട് എനിവേ ജസ്റ്റ് കോണ്ടെക്സ്റ്റിൽ ഓരോ കാര്യം കൃത്യമായിട്ട് പറയുമ്പോൾ പറഞ്ഞു തരുന്നു എന്ന് മാത്രം. അടുത്തത് സയന്റിഫിക് ബുക്കുകളാണ്. സയൻസ് ആൻഡ് ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള ബുക്കുകൾ ഒരുപാട് ബുക്സ് വരുന്നുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു ബുക്കാണ് ആര്യഭടീയം എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് റിട്ടൺ ബൈ ദി ആര്യഭട്ട. ഓക്കെ, ആര്യഭട്ട. സോ ഇന്ത്യയുടെ ഫസ്റ്റ് സാറ്റലൈറ്റിന് നമ്മൾ കൊടുക്കുന്ന പേരും ആര്യഭട്ട എന്ന് തന്നെയാണ്. സോ ഇറ്റ്സ് ലൈക്ക് സച്ച് എ റിനൗണ്ട് മാത്തമാറ്റീഷ്യൻ ആൻഡ് ആസ്ട്രോണമർ. സോ ദാറ്റ്സ് വൈ വി ഗേവ് ദിസ് നെയിം ആര്യഭട്ട. ആൻഡ് ഹിസ് ബുക്ക് ഇസ് ആര്യഭടീയം. ഓക്കെ, സോ ഇതല്ലാതെ ലീലാവതി എന്ന് പറയുന്ന ബുക്ക് വരുന്നുണ്ട്. ദെൻ ദർ ആർ ലൈക്ക് അതർ സയന്റിസ്റ്റ് ആൾസോ ഇൻ ആൻഷ്യന്റ് ഇന്ത്യ. ഫോർ എക്സാമ്പിൾ ലൈക്ക് വരാഹ മിഹിര വാസ് ദിയർ, ബ്രഹ്മഗുപ്ത വാസ് ദിയർ, ഭാസ്കരാചാര്യ ഇസ് ദിയർ. ഓക്കെ, സോ ഭാസ്കരാചാര്യ ഇസ് ദിയർ. ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള ആളുകൾ വരുന്നുണ്ട്. ഇനി അതല്ലാതെ നിങ്ങൾ കുറച്ചുകൂടെ കഴിയുന്ന സമയത്ത് സുശ്രുതനെ കുറിച്ച് പഠിക്കും, ചരകനെ കുറിച്ച് പഠിക്കും. ഓക്കെ, സോ ചരകന്റെ ചരക സംഹിത ഇസ് ദിയർ. ഇതൊക്കെ നിങ്ങൾ കുറച്ചുകൂടെ കഴിയുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് ഡിഫറെന്റ് ബുക്സ് ഉണ്ട്. അതിൽ ഈ പറയുന്ന സയൻസ് റിലേറ്റഡ് ആയിട്ട് വരുന്ന സയൻസ്, ആസ്ട്രോണമി, മാത്സ്, ടെക്നോളജി ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ബുക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ പഠിക്കും. കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചോദ്യം സെപ്പറേറ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ദ സയന്റിഫിക് അഡ്വാൻസ്മെന്റ്സ് ഡ്യൂറിങ് ദ ടൈം ഓഫ്. എന്നിട്ട് ആൻഷ്യൻ ടൈംസ് ചോദിച്ചിട്ടുണ്ട്, മുഗൾസ് ചോദിച്ചിട്ടുണ്ട്, അതുപോലെ ലൈക്ക് തുഗ്ലക്കിന്റെ സമയത്ത് ഉണ്ടായിട്ടുള്ള സയൻസ് ആൻഡ് ടെക്നോളജി ഡെവലപ്മെന്റ്സ് ചോദിച്ചിട്ടുണ്ട്, മിഡീവൽ ടൈംസിലുള്ള സയൻസ് ആൻഡ് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ചോദിച്ചിട്ടുണ്ട് മെയിൻസ് എക്സാമിനേഷനിൽ. ഓക്കെ, സോ ഐ വിൽ ജസ്റ്റ് ഷോ യു.
So this was like one question that is asked മെയിൻസ് എക്സാമിനേഷനിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ഓക്കെ, so what were the major technological changes introduced during the Sultanate period? How did this technological changes influence the Indian society? ഈ സയൻസ് ആൻഡ് ടെക്നോളജി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഡെവലപ്മെന്റ് ഡ്യൂറിങ് ഡിഫറെന്റ് ലൈക്ക് റൂളേഴ്സ്, അത് പല തവണ UPSC ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇത് 2023 ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് GS പേപ്പർ 1. ഓക്കെ, UPSC മെയിൻസ് 2023 അതിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പം അതിലും ഇത്തരത്തിലുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ബുക്സിനെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് എഴുതേണ്ടതായിട്ട് വരും. ഓക്കെ, അത്തരത്തിലുള്ള ഏതെങ്കിലും സയന്റിഫിക് ബുക്സ് അവൈലബിൾ ആണ് എന്നുണ്ടെങ്കിൽ യു ഹാവ് ടു റൈറ്റ് അബൌട്ട് ദോസ് ബുക്സ്. അപ്പം അത്തരത്തിലുള്ള ചോദ്യങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട് ആൻഷ്യൻ ടൈംസ് നിന്നും ഇതേപോലെ ചോദ്യം വന്നിട്ടുണ്ട്. അങ്ങനെ ചോദ്യം വരുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള സയന്റിസ്റ്റുകളെ കുറിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, എഴുതേണ്ടതായിട്ട് വരും. ഓക്കെ, അത്തരത്തിലുള്ള ഈ മേജർ ആയിട്ടുള്ള ആളുകളുടെ പേരുകളൊക്കെ ഓർത്ത് വെക്കുക. ലൈക്ക് ആര്യഭട്ട ഇസ് ദിയർ, വരാമഹിര ഇസ് ദിയർ, ബ്രഹ്മഗുപ്ത ഇസ് ദിയർ. സോ ബ്രഹ്മഗുപ്തയുടെ ബ്രഹ്മസ്ഫുട സിദ്ധാന്ത എന്നൊക്കെ പറഞ്ഞിട്ട് ഡിഫറെന്റ് ആയിട്ടുള്ളതുണ്ട്. സൂര്യ സിദ്ധാന്തം വരുന്നുണ്ട്, ലൈക്ക് പഞ്ചസിദ്ധാന്തം വരുന്നുണ്ട്, അതിലൊന്നാണ് സൂര്യ സിദ്ധാന്തം എന്നൊക്കെ പറയുന്നത്. ഡിഫറെന്റ് ആയിട്ടുള്ള സാധനങ്ങളുണ്ട്. അതൊക്കെ നിങ്ങൾ കുറച്ചുകൂടെ ഹിസ്റ്ററി പഠിക്കുമ്പോൾ ഡെപ്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് പഠിക്കും. ഇപ്പം ഇവരെയൊക്കെ ഒന്ന് പരിചയപ്പെട്ട് വെക്കുക. ഹിസ്റ്ററി ക്ലാസ്സിലേക്ക് വരുമ്പോൾ യു വിൽ ഗെറ്റ് ഫർദർ ഇൻഫർമേഷൻ. ദെൻ ഇന്ത്യയുടെ കോൺട്രിബ്യൂഷൻ ഇൻ ദ ഫീൽഡ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ചോദിച്ചു കഴിഞ്ഞാൽ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇസ് ലൈക്ക് സീറോ ആൻഡ് ദി അതർ ഇസ് ലൈക്ക് ആയുർവേദ. ഇന്ത്യ സീറോ കോൺട്രിബ്യൂട്ട് ചെയ്തു എന്നതല്ല, മറിച്ച് ദ റൈറ്റ് വേ ഇസ് ദാറ്റ് സീറോ നമ്മൾ ഡെപിക്റ്റ് ചെയ്തു. ഓക്കെ, ഫോർ ദ ഫസ്റ്റ് ടൈം സീറോനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യണം, അത് മാത്തമാറ്റിക്കൽ കാൽക്കുലേഷനിൽ എങ്ങനെ ഇൻക്ലൂഡ് ചെയ്യണം എന്നത് നമ്മൾ എന്ത് ചെയ്തു, വി ടോട്ട് ദ വേൾഡ്. അതാണ് നമ്മൾ ലോകത്തിനെ പഠിപ്പിച്ചത്. ഓക്കെ, ഹൗ ടു യൂസ് സീറോ. സീറോ ഇൻവെന്റ് ചെയ്തു എന്ന് പറയാൻ പാടില്ല, സീറോ വാസ് ദേർ, ബട്ട് വി ആക്ച്വലി ടോട്ട് ദ വേൾഡ് ഹൗ ടു യൂസ് സീറോ. സീറോ യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് ചെയ്യാം, അതിനെങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, ഡിനോട്ട് ചെയ്യാം. നമ്മളിപ്പോൾ കാണുന്ന പോലെ ഈ ഒരു വട്ടം ഇതാണ് സീറോ എന്ന് ലോകത്തിനെ പഠിപ്പിച്ചത് ഇന്ത്യയാണ്. ദാറ്റ് ഇസ് ദ റൈറ്റ് തിങ്. ഓക്കെ, ദ സിസ്റ്റം ഓഫ് കൗണ്ടിങ് വാസ് അഡോപ്റ്റഡ് ബൈ അറബ്സ്. അപ്പം ഈ ഒരു കൗണ്ടിങ്, ആ ഒരു മാത്തമാറ്റിക്കൽ കാൽക്കുലേഷനിൽ സീറോ എങ്ങനെ കൊണ്ടുവരാം എന്നതാണ് നമ്മൾ ഫസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുള്ളത്. ദെൻ ആയുർവേദ, ഈവൻ ടുഡേ ഈ ഒരു കണ്ടിന്യൂഷൻ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ടാളുകളാണ് ചരക ആൻഡ് ശുശ്രുത. സോ ശുശ്രുതയുടെ ലൈക്ക് അദ്ദേഹത്തിനെ നമ്മൾ കൺസിഡർ ചെയ്യാറുള്ളത് ലൈക്ക് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് സയന്റിസ്റ്റ്, അല്ലെങ്കിൽ ലൈക്ക് മെഡിസിനിലെ വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് പേഴ്സൺ ആയിട്ട് കൺസിഡർ ചെയ്യുന്നതാണ്. ദെൻ ചരകയുടെ ചരക സംഹിതയും അതുപോലെ തന്നെ ശുശ്രുതന്റെ ശുശ്രുത സംഹിതയും, ഇത് രണ്ടും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി എന്തുകൊണ്ട് ഇദ്ദേഹം ഇമ്പോർട്ടന്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ കാലഘട്ടം ഒന്ന് നോക്കുക, ലൈക്ക് 4th century CE, ക്രിസ്ത്യൻ എറയാണ്. ബട്ട് ഈവൻ ദെൻ ദിസ് ബുക്ക് ടോക്ട് അബൌട്ട് സർജറി. ഓക്കെ, സർജറിയെ കുറിച്ചിട്ട് ആ ബുക്ക് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് സെക്കൻഡ്. ഓക്കെ, സോ ശുശ്രുതൻ ഈ രൂപത്തില് സർജറിയെ കുറിച്ചിട്ട് അവിടെ എലാബറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതായത് മൂക്ക്, ചെവി, ഇത്തരം ഭാഗങ്ങളിലൊക്കെ അദ്ദേഹം സർജറി ചെയ്തിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട്. സോ ദാറ്റ് ഷോക്കേസസ് ഹൗ ഗ്രേറ്റ് ഹി വാസ്. ആ ഒരു ആൻഷ്യൻ ടൈമിൽ തന്നെ ഇത്തരത്തിലുള്ള സർജറിക്കുള്ള ഒരു പോസിബിൾ, അതും ഇൻ ദി ക്രിസ്ത്യൻ എറ. ഓക്കെ, ഒരു 1600 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇത്തരം ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് ഹി ഹാസ് പ്രെഡിക്റ്റഡ് ആൻഡ് ഹി ഹാസ് പെർഫോംഡ് ഇറ്റ് സക്സസ്ഫുള്ളി. ഓക്കെ, അദ്ദേഹത്തിന്റെ ശുശ്രുത സംഹിതയിൽ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. സോ ദിസ് ആൾസോ ഷോക്കേസസ് ദ സയന്റിഫിക് അഡ്വാൻസ്മെന്റ് ഓഫ് ദി ഇന്ത്യ. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം, ഓർത്ത് വെക്കുക. ഓക്കെ, സോ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ മേജർ ആയിട്ട് കവർ ചെയ്തു വരുന്നത്. ഇവിടെ ഡിഫറെന്റ് ആയിട്ടുള്ള നമ്മൾ പഠിച്ച ഓരോ കാര്യത്തിനെ കുറിച്ചിട്ടുള്ള ചോദ്യം വരുന്നുണ്ട്. സ്തൂപ, ശിഖര, മണ്ഡപ, ഗർഭഗൃഹ, പ്രദക്ഷിണപഥ. ഓക്കെ, സോ ഇവിടെ തന്നെ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും, ശിഖര ഇസ് ആക്ച്വലി ദ ടവർ. ഓക്കെ, പ്രദക്ഷിണപഥ എന്ന് പറയുന്ന സമയത്ത് സർക്കുലർ പാത്ത് അറൌണ്ട് ദ സ്തൂപ. ദെൻ ഗർഭഗൃഹ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദ പ്ലേസ് വേർ ദി ഇമേജ് ഓഫ് ദ ഡെയിറ്റി ഇസ് ബീങ് റീഇൻസ്റ്റാൾഡ്. ദെൻ സ്തൂപ എന്ന് പറയുന്ന സമയത്ത് ഇറ്റ് ഇസ് ദ മൗണ്ട്. ദെൻ ലൈക്ക് മണ്ഡപ എന്ന് പറയുന്ന സമയത്ത് ദ പ്ലേസ് വേർ ദ പീപ്പിൾ അസംബിൾ. ഇങ്ങനെ വളരെ ലൈക്ക് കൺസെപ്ച്വൽ ക്ലാരിറ്റി നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഓരോ ആൻസർ ഇതുപോലെ ചെയ്ത് നോക്കുക. ഓക്കെ, യു ഹാവ് ടു പ്രാക്ടീസ് ഇറ്റ്. ഈ ചോദ്യങ്ങളും കൂടെ ജസ്റ്റ് ഇതിന്റെ കൂടെ തന്നെ ചെയ്ത് നോക്കുക. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ്. ഇതോട് കൂടിയിട്ട് ഹിസ്റ്ററി ക്ലാസ് 6 ഹിസ്റ്ററി കംപ്ലീറ്റ് ചെയ്തു.
ഇത് കേട്ട് മനസ്സിലാക്കിയ സമയത്ത് നിങ്ങൾക്ക് ലൈക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും. അതായത് ഒരു 6ാം ക്ലാസ്സിലെ കുട്ടിക്ക് പഠിക്കേണ്ട കണ്ടന്റ് അല്ല ആക്ച്വലി ഇതിൽ നിൽക്കുന്നത്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ചോദിക്കുന്നത്, അതായത് 6ാം ക്ലാസ്സിൽ. ബട്ട് ദിസ് ഇസ് ആക്ച്വലി എ ബുക്ക് ഫോർ ദ UPSC ഇറ്റ് സെൽഫ്. അത്രത്തോളം വൈഡ് ആയിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കവർ ചെയ്തിട്ടുള്ള ഒരു ബുക്കാണ് ക്ലാസ് 6 NCERT. യു ഹാവ് ടു റീഡ് ഇറ്റ് മൾട്ടിപ്പിൾ ടൈംസ്. ഇനി ഇതിന്റെ അഡ്വാൻസ്മെന്റ് ആയിരിക്കും, കാരണം ഇതിന് നമ്മൾ അവർ പാസ്റ്റ് ടെക്സ്റ്റ് 1 ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇതിന്റെ ലൈക്ക് സെക്കൻഡ് പാർട്ട്, തേർഡ് പാർട്ട് ഒക്കെ ആയിരിക്കും നമ്മൾ 7ലും 8ലും ഒക്കെ പഠിക്കുന്നത്. അതുകൊണ്ട് ഈ ബുക്ക് നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാക്കുക. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ കവർ ചെയ്യുന്നത്. ജസ്റ്റ് ഇതുവരെ എടുത്തതിൽ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഓക്കെ, ഡൗട്ട്സ് കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ യു ക്യാൻ വൈൻഡ് അപ്പ് ദ ക്ലാസ്. ഓക്കെ, സോ താങ്ക് യു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് ഇറ്റ് ഇൻ ദ ഗ്രൂപ്പ് ഓർ ലൈക്ക് നിങ്ങൾക്ക് പേഴ്സണലി എന്ത് ചെയ്യാം, ചോദിക്കാം. ഓക്കെ, സോ താങ്ക് യു.